لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. السلام عليكم ورحمة الله وبركاته. الحمد لله حمدا كثيرا طيبا مباركا فيه أما بعد. ഖത്തർ ഇന്ത്യൻ ഇസ്ലാഹി സെൻ്ററിലെ 4.5 പതിറ്റാണ്ടായി ഖത്തറിലെ വിവിധ പ്രദേശങ്ങളിൽ ദഅവ പ്രവർത്തനത്തോടൊപ്പം തന്നെ മത, സാമൂഹിക, സാംസ്കാരിക, ആരോഗ്യ രംഗത്ത് വളരെ നല്ല രീതിയിൽ പ്രബോധനത്തോടൊപ്പം ജനങ്ങൾക്ക് ഉതകുന്ന രീതിയിൽ നല്ല ആരോഗ്യപരമായ പ്രവർത്തനങ്ങളും മറ്റുമായി സംഘടിപ്പിച്ചു വരികയാണ്. മൊബൈൽ കടകളും ടർഫുകളും ചപ്പാത്തി കമ്പനികളും പോലെ തന്നെ ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംരംഭമാണ് ഡയാലിസിസ് സെൻ്ററുകൾ. ഒരു കുടുംബത്തിൻ്റെ ആരോഗ്യ ഭദ്രത, സാമ്പത്തിക ഭദ്രത എന്നിവ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു നെടുന്തൂണാണ്. യുവാക്കൾ എന്ന് പറഞ്ഞാൽ കുടുംബത്തിൻ്റെ മാത്രമല്ല ഒരു സമൂഹത്തിൻ്റെയും ഒരു സമുദായത്തിൻ്റെയും ദീർഘദൃഷ്ടിയുള്ളൊരു സമൂഹത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ആവശ്യമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യുവാക്കളുടെ ആരോഗ്യം അവരുടേതായിട്ടുള്ള ജീവിതശൈലിയിൽ വരുന്ന ഇസ്ലാഹി സെൻ്റർ ഭാരവാഹികൾ വേദിയിലേക്ക് കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും. ഒരു തൗഹീദി പ്രബോധന സംഘടനയാണ് ഖത്തർ ഇന്ത്യൻ ഇസ്ലാഹി സെൻ്റർ എങ്കിൽ കൂടി നമ്മൾ കഴിഞ്ഞ യുവാക്കൾക്കിടയിലെ ലഹരി എം.എം. സാഹിബിനെ വെച്ചിട്ട് നടത്തിയ മുനമ്പം വിഷയം, ഇങ്ങനെ വരുന്ന മുസ്ലിം സുഹൃത്തുണ്ടെങ്കിൽ നമ്മൾ പരിപാടി വെച്ച് ഇസ്ലാം എന്താണ് എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നമ്മൾ വിളിച്ചാൽ വരുന്ന മുസ്ലിം സുഹൃത്തുക്കൾ നമുക്കുണ്ടെങ്കിൽ. അസ്സലാമു അലൈക്കും. വേദിയിലിരിക്കുന്ന ഇസ്ലാഹി സെൻ്റർ നേതാക്കളായ ഹുസൈൻ സാഹിബ്, സുബൈർ സാഹിബ്, ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി, അതുപോലെ തന്നെ ഹഷീത്തുള്ള പ്രിയ സുഹൃത്ത് ഡോക്ടർ ജലീൽ, വേദിയിലിരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തികളെ, സുബൈർ സാഹിബ് പറഞ്ഞ പോലെ എല്ലാവരും ബിരിയാണി കഴിച്ചൊരു മയക്കത്തിലാന്ന് തോന്നുന്നു. അപ്പോൾ ഡോക്ടർ ജലീലിനോട് പറഞ്ഞ് അധികം കഴിക്കേണ്ട, കാരണം ഇപ്പോൾ സംസാരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് നമ്മൾ കുറച്ചേ കഴിച്ചിട്ടുള്ളൂ. നമ്മുടെ ഉറക്കത്തിലേക്ക് പോവാതെ മാക്സിമം നമ്മൾ ശ്രമിക്കാം ഇൻഷാ അല്ലാഹ്. നമ്മുടെ ടോപ്പിക്ക് ആർ യുവർ കിഡ്നി ഈസ് ഓക്കെ എന്നുള്ളതാണ്. അത് നമ്മൾ വെറുതെ എടുത്തൊരു ടോപ്പിക്കല്ല. ആക്ച്വലി 2025 വേൾഡ് കിഡ്നി ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒരു ഈ വർഷത്തെ ഒരു മോട്ടോ ആണ് നിങ്ങളുടെ കിഡ്നി ഓക്കെ ആണോ എന്നുള്ളത്. അങ്ങനെ ഒരു അവബോധം ആളുകളിലും സമൂഹത്തിലും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരു പക്ഷേ വിചാരിക്കുന്നുണ്ടാവും നമ്മളെപ്പോഴും നമ്മൾ കിഡ്നി ഓക്കെ ആണ് എന്നുള്ളൊരു ധാരണയിൽ അങ്ങനെ പോവാതെ അതിനെക്കുറിച്ചൊരു ബോധം, അങ്ങനെ ഒരു ചോദ്യം എപ്പോഴും ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇട്ടത്. അപ്പോൾ അതന്നെ എനിക്കും ചോദിക്കാനുള്ളത്, നിങ്ങൾ കിഡ്നി ഓക്കെ ആണോ? ഓക്കെ ആണോ? ഉറപ്പില്ല? ഓക്കെ, അപ്പോൾ നോക്കാം എങ്ങനെ ഉണ്ടാവും. കിഡ്നി അസുഖം ആക്ച്വലി ഏകദേശം വേൾഡ് പോപ്പുലേഷൻ തന്നെ ഏകദേശം 843.6 മില്യൺ ആളുകളാണ്. ഏകദേശം ഒരു 10% ആളുകളിൽ കാണുന്നതാണ്. ഇപ്പോൾ ഒരു അഡൾട്ട് പോപ്പുലേഷൻ എടുക്കുകയാണെങ്കിൽ ഏകദേശം 10% ആളുകളെ നോക്കുകയാണെങ്കിൽ അവർക്ക് കിഡ്നി അസുഖം ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും കിഡ്നി അസുഖം
ആരിലൊക്കെ ഉണ്ടാവും, എനിക്കുണ്ടോ അപ്പുറത്തിരിക്കണുണ്ടോ എന്നൊക്കെ ചോദ്യമായിരിക്കും നിങ്ങൾക്ക് സംശയമായിട്ട് ഉണ്ടാവുക. സത്യത്തിൽ നമ്മളൊരു 10 ആൾക്കാരെ ഒരു ഗ്രൂപ്പ് എടുത്താൽ, ഇപ്പം നിങ്ങൾ 3, 2, 5 നിങ്ങൾ ഈ രണ്ട് റോളിലെ ആളുകൾ അല്ലെങ്കിൽ ഇങ്ങനെ 2 റോളിലെ ആളുകളിലെ 10 ആളൊരു കൂട്ടം എടുത്താൽ അതിൽ ഒരാൾ കിഡ്നി പേഷ്യൻ്റ് ആയിരിക്കുമെന്നാണ് കണക്ക്. അപ്പോൾ നിങ്ങൾ കിഡ്നി ഓക്കെ ആണോ എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി നമുക്ക് വഴിയെ കാണാം. അപ്പോൾ അത്രയും കോമൺ ആണെന്നാണ് അർത്ഥം, മനസ്സിലായോ? എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നമ്മളെ ജനസംഖ്യ ആനുപാതികമായി കണക്കനുസരിച്ച് അസുഖം ഡയഗ്നോസ് ചെയ്ത കണക്കനുസരിച്ച് പറഞ്ഞാണ്. മാത്രമല്ല കിഡ്നി അസുഖത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് വെച്ചാൽ കിഡ്നി രോഗങ്ങൾ നമുക്ക് ആക്ച്വലി കിഡ്നി രോഗങ്ങൾ മൂർച്ഛിക്കുമ്പോൾ നമുക്ക് സാമ്പത്തികമായും സാമൂഹികമായും ഒരുപാട് ബേർഡൻ, ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോവേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരം പ്രതിസന്ധികളെ ഒഴിവാക്കാൻ നമ്മൾ നേരത്തെ അസുഖം കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതിനു വേണ്ട കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ ചെലുത്തുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ കിഡ്നി അസുഖം കൊണ്ട് ജീവൻ നഷ്ടപ്പെടുന്ന ആളുകളുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. ഇപ്പോൾ 2040 ഏറ്റവും കൂടുതൽ മരണത്തിന് കാരണമാവുന്ന അസുഖം 5ാം സ്ഥാനം കിഡ്നിക്ക് ആയിരിക്കുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നേരത്തെ അത് 19, 13 സ്ഥാനത്ത് ഉണ്ടായിരുന്നതാണ്. അതിപ്പോൾ 2040 ആകുമ്പോൾ അങ്ങനെ ഒരു പ്രഡിക്ഷനാണ്. അപ്പോൾ ഒരുപാട് അസുഖങ്ങൾ, ഒരുപാട് ആളുകൾ എണ്ണം കൂടി വരുന്നു. അതേപോലെ തന്നെ അതിനോടുള്ള കോംപ്ലിക്കേഷൻ, മരണനിരക്കൊക്കെ കൂടി വരുന്നു. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിഡ്നി രോഗം നേരത്തെ കണ്ടെത്തുക എന്നുള്ളതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഈ പറയുന്നത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ആദ്യം വിചാരിക്കുക എന്താ കിഡ്നിയിൽ എന്താ ഇത്രമാത്രം കാര്യങ്ങൾ, എന്താ ഇത്രമാത്രം കിഡ്നി ചെയ്യാനുള്ളത്. സത്യത്തിൽ കിഡ്നി നമ്മളെ ഏറ്റവും വൈറ്റൽ ഓർഗൻസിൽപ്പെട്ട ഒരു ഓർഗനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് നിങ്ങൾ കുടിക്കുന്ന വെള്ളം, നിങ്ങളെ വെള്ളം ബോഡിയിൽ നിന്ന് എത്ര മൂത്രം പോകണം, എത്ര വെള്ളം കെട്ടി നിൽക്കണം, എത്ര ആവശ്യത്തിനുള്ള സാധനങ്ങൾ വേണം, എത്ര ഇലക്ട്രോലൈറ്റ്സ് വേണം, എത്ര പൊട്ടാസ്യം വേണം, എത്ര സോഡിയം ബോഡിയിൽ വേണം, ഇങ്ങനെ തുടങ്ങി വളരെ മൈന്യൂട്ടായ കാര്യങ്ങൾ വരെ നിയന്ത്രിക്കുന്ന ഒരു ഓർഗനാണ് കിഡ്നി. അതേപോലെ തന്നെ നമ്മളെ കിഡ്നി ഒരു അരിപ്പ പോലെയാണ്. അതായത് നമ്മൾ ബോഡിയിൽ നമ്മുടെ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന പല വേസ്റ്റ് പ്രൊഡക്ട്സുകളും കിഡ്നിയാണ് നമ്മൾ ക്ലീൻ ചെയ്ത് ആവശ്യമുള്ളത് മാത്രം ബോഡിയിലേക്ക് തിരിച്ചെടുക്കുകയും ആവശ്യമില്ലാത്ത സാധനം മൂത്രത്തിൽ കൂടെ കളയുകയും ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ചെയ്യുന്നതാണ് കിഡ്നി. അതേപോലെ തന്നെ പല ഹോർമോണുകളും കിഡ്നിയിൽ ഉൽപ്പാദിക്കപ്പെടുന്നു. നിങ്ങളുടെ ബ്ലഡിൽ ഹീമോഗ്ലോബിൻ ചിലർ പറയും കുറവാണ്, കൂടുതലാണ്. കിഡ്നി അസുഖമുള്ള ആളുകളിൽ ഹീമോഗ്ലോബിൻ കുറയും. കാരണം അത് കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺ ഉണ്ടാകുന്നത് കിഡ്നിയിലാണ്. അപ്പോൾ കിഡ്നിക്ക് അസുഖം വരികയാണെങ്കിൽ അത് രക്താണുക്കളുടെ അളവിനെ ബാധിക്കും. അതേപോലെ തന്നെ പ്രഷർ കൺട്രോൾ ചെയ്യുന്ന, പ്രഷറിന് നിയന്ത്രണ വിധേയമാക്കാനുണ്ടാകുന്ന ഹോർമോണുകൾ ഉണ്ടാകുന്നതും ആക്ഷനും ഒക്കെ കിഡ്നിയിലാണ്. അപ്പോൾ ആയതുകൊണ്ട് തന്നെ കിഡ്നിയിൽ പ്രോബ്ലം വരുമ്പോൾ ചിലപ്പോൾ പ്രഷർ ഉണ്ടാവാം, അല്ലെങ്കിൽ പ്രഷർ കൊണ്ട് കിഡ്നി പ്രോബ്ലം ഉണ്ടാവാം. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഇങ്ങനെ പല ഫങ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് കിഡ്നി. അപ്പോൾ കിഡ്നിയിലൊരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഫങ്ഷൻ ഡിറ്റീരിയേറ്റ് ആവും. അതായത് ഇതിൻ്റെ ഫങ്ഷൻ കേട് വന്നു തുടങ്ങിയാൽ ഈ ഫ്ലൂയിഡ് ബാലൻസ്, ബോഡിയിലുള്ള ഫ്ലൂയിഡ് ബാലൻസ് തെറ്റും. അതുപോലെ പ്രഷർ കൂടാം, അതേപോലെ ബോഡിയിൽ ടോക്സിൻസ് അടിഞ്ഞുകൂടാം, വേസ്റ്റ് പ്രൊഡക്റ്റുകൾ ബ്ലഡിൽ അടിഞ്ഞുകൂടാം. അപ്പോൾ ഇത്രയും ഫങ്ഷൻ നിയന്ത്രിക്കുന്ന ഒരു കിഡ്നിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബോഡിയിൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും ഡോക്ടർമാർക്കും പോലും സംശയമാണ് യൂറോളജിസ്റ്റും നെഫ്രോളജിസ്റ്റും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാകും. എപ്പോഴും എല്ലാവരും ചില കേസുകൾ യൂറോളജിസ്റ്റിനോട് പറയും, യൂറോളജിസ്റ്റ് പറഞ്ഞാൽ നെഫ്രോളജിസ്റ്റിനോട് പറയും. അപ്പോൾ ബേസിക്കലി നെഫ്രോളജിസ്റ്റ് എപ്പോഴും കിഡ്നി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മാത്രമാണ് ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ കണ്ടില്ലേ, ഈ പിക്ചറിൽ കാണാൻ ഒക്കെ 2 കിഡ്നി ഉണ്ട്. അതേപോലെ തന്നെ കിഡ്നിയിൽ നിന്ന് മൂത്രം വന്ന് മൂത്രസഞ്ചിയിൽ വരുന്നു, പിന്നെ താഴേക്ക് മൂത്രം ആയിട്ട് പോകുന്നു. അപ്പോൾ പരസ്പരം രണ്ടും ബന്ധപ്പെട്ട് കിടക്കുക തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ മൂത്രക്കല്ല് ഉണ്ടായെന്ന് വിചാരിക്കാം. മൂത്രക്കല്ല് ഉണ്ടായാൽ അത് യൂറോളജിസ്റ്റാണ് ട്രീറ്റ് ചെയ്യുക. പക്ഷേ മൂത്രക്കല്ല് സ്ഥിരമായി നിന്ന് അതേപോലെ കിഡ്നിയിൽ നീര് കെട്ടി കിഡ്നിയുടെ ഫങ്ഷൻ ബാധിക്കുമ്പോൾ അതപ്പോൾ നെഫ്രോളജിസ്റ്റിൻ്റെ അടുത്തെത്തും. അപ്പോൾ അതേപോലെ തന്നെ പ്രൊസ്റ്റേറ്റിൻ്റെ പ്രശ്നങ്ങൾ, അതേപോലെ ബ്ലാഡറിൻ്റെ പ്രശ്നങ്ങൾ,
ബ്ലാഡറിലെ ക്യാൻസറുകൾ, ഇങ്ങനെ എന്ത് കാര്യങ്ങളും അവസാനം അൾട്ടിമേറ്റ്ലി ഈ മൂത്രത്തിൻ്റെ വഴി വരുന്ന ഭാഗങ്ങളിലുള്ള എന്ത് പ്രശ്നങ്ങളും കിഡ്നിയെ ബാധിക്കാവുന്ന, ഭാവിയിൽ ബാധിക്കാവുന്ന രീതിയിലേക്ക് മാറുന്നതാണ്. അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഇത്തരം അസുഖങ്ങൾ, അപ്പോൾ പല ഇവിടെ ഏത് അസുഖങ്ങളായാലും ഇപ്പോൾ നോക്കൂ, താഴേന്ന് ഇവിടെ എല്ലാവർക്കും പൊതുവേ മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരും, മൂത്രക്കടച്ചിൽ സാധനങ്ങൾ വരും. ഇവിടെ മൂത്രത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുകളിലേക്ക് പോയി കിഡ്നിയെ ബാധിക്കും. അതേപോലെ തന്നെ പ്രൊസ്റ്റേറ്റിൻ്റെ പ്രശ്നങ്ങൾ, പൊതുവെ ആണുങ്ങളിൽ 40 വയസ്സ് കഴിഞ്ഞാൽ മൂത്രം വരുന്ന വഴിയിലൊരു ഗ്രന്ഥിയാണ് പ്രൊസ്റ്റേറ്റ് വലുതാകുമ്പോൾ മൂത്രത്തടസ്സം ഉണ്ടാകും, എപ്പോഴെപ്പോഴും മൂത്രയിക്കാൻ തോന്നും, നമുക്കൊരു സ്മൂത്തായിട്ട് ഒഴിക്കാൻ പോലെ ഒരു ഫ്രീ ഫ്ലോ ഫീൽ ചെയ്യൂല. അപ്പം ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും മൂത്രസഞ്ചിയിൽ മൂത്രം കെട്ടിക്കിടക്കും. കുറേ കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകും, അതിന് കിഡ്നിയെ ബാധിക്കും. അതേപോലെ ഈ വരുന്ന വഴികളിൽ എവിടെ കിഡ്നിയിൽ കല്ലുണ്ടെങ്കിലും പിന്നെ കിഡ്നിയിൽ നീർക്കെട്ടും കിഡ്നിയിലേക്ക് വീക്ക്നെസ് ഉണ്ടാകും, കിഡ്നിയെ ബാധിക്കാം. അതേപോലെ തന്നെ കിഡ്നിയെ രക്തക്കൊഴലുകൾ ഏതെങ്കിലും ഇപ്പോൾ നമ്മൾ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരുമ്പോൾ നമ്മൾ ഹാർട്ടിലേക്കുള്ള രക്തക്കൊഴൽ ബ്ലോക്ക് ആവുന്ന പോലെ കിഡ്നിയിലേക്കുള്ള രക്തക്കൊഴലുകളും ബ്ലോക്ക് ആകും. അപ്പോൾ ഇങ്ങനത്തെ എന്ത് അസുഖങ്ങളുണ്ടെങ്കിലും അത് കിഡ്നിയെ ബാധിക്കും. അത് കൂടാതെ തന്നെ നമ്മുടെ സിസ്റ്റത്തിലുണ്ടായ ഇപ്പോൾ നിങ്ങളൊരു ന്യൂമോണിയ ആയിട്ട് വന്നു, കോവിഡ് ആയിട്ട് വന്നു, പിന്നെ വേറെ ഏതെങ്കിലും ഇൻഫെക്ഷൻ വന്നു, ബ്ലഡ് പ്രഷർ കുറഞ്ഞു, ഹാർട്ട് അറ്റാക്ക് വന്നു, അല്ലെങ്കിൽ ലിവർ ഫെയിലിയർ വന്നു, ഇങ്ങനെ എന്ത് അസുഖങ്ങളും അൾട്ടിമേറ്റ്ലി കിഡ്നിയുമായിട്ട് വയറുകൾ ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഹാർട്ടിൻ്റെ പമ്പിങ് കുറയുന്ന ഹാർട്ട് ഫെയിലിയർ എന്ന കണ്ടീഷൻ ഉണ്ടെങ്കിൽ അതുണ്ടെങ്കിലും കിഡ്നി ഫെയിൽ ആവും. അതേപോലെ തന്നെ ലിവർ ഫെയിലിയർ ഉണ്ടെങ്കിലും അതിൻ്റെ പാർട്ടായിട്ട് കിഡ്നിയെ ബാധിക്കും. ഇങ്ങനെ പരസ്പര പൂരകമായിട്ട് എല്ലാ ഓർഗൻസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വളരെ സെൻസിറ്റീവായ ഒരാളാണ് നമ്മൾ കിഡ്നി. ഈ കിഡ്നിയുടെ ഉള്ളിലാണെങ്കിൽ ഒരുപാട് അരിപ്പകളുണ്ട്, മില്യൺസ് ഓഫ് അരിപ്പകളുണ്ട്. ഈ അരിപ്പകളിൽ കൂടിയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഫിൽട്ടർ ചെയ്ത് വരുന്നത്. അപ്പോൾ ഇതിലേക്കൂടെ നമുക്ക് പിന്നെ പ്രോട്ടീൻ വരുന്നു, അതേപോലെ തന്നെ ശരീരത്തിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും, സോഡിയം, പൊട്ടാസ്യം, ഇതൊക്കെ ഇതിൽ കൂടെ അരിച്ചെടുത്ത് തിരിച്ച് ബ്ലഡിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്രയും വളരെ സങ്കീർണമായ ഒരു പ്രക്രിയ നടക്കുന്ന ഒരു ഓർഗനാണ് കിഡ്നി എന്ന് മാത്രമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അടുത്ത ചോദ്യം എന്തായിരിക്കും, എന്തുകൊണ്ടാണ് കിഡ്നി അസുഖം ഉണ്ടാവുന്നത്, ആർക്കാണ് ഉണ്ടാവുക, ഞങ്ങൾക്കത് ഉണ്ടാവുമോ എന്നുള്ളതായിരിക്കും സ്വാഭാവികമായ സംശയം. അപ്പോൾ അതിൽ കണ്ടെത്തിയെന്ന് വെച്ചാൽ കിഡ്നിയുടെ ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ കിഡ്നി കൊണ്ടുണ്ടാവുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രമേഹമാണ്. അപ്പോൾ ഒരു കുറച്ച് കാലം കഴിഞ്ഞാൽ പ്രമേഹം എല്ലാ ഓർഗനെയും ബാധിക്കുന്ന പോലെ കിഡ്നിയെ അരിപ്പകളെയും ബാധിക്കും. അപ്പോൾ പ്രമേഹങ്ങളെ കണ്ണിനെ ബാധിക്കും, നിങ്ങളെ ഞരമ്പിനെ ബാധിക്കും, നിങ്ങളെ ഹാർട്ടിനെ ബാധിക്കും, രക്തക്കുഴലുകളെ ബാധിക്കും, ഞരമ്പിനെ ബാധിക്കും, അതേപോലെ തന്നെ കിഡ്നിയെ ബാധിക്കും. അപ്പോൾ കിഡ്നിയെ ബാധിക്കുമ്പോൾ കിഡ്നിയെ അരിപ്പയെ ബാധിക്കും. അതേപോലെ തന്നെയാണ് പ്രഷറും. അപ്പോൾ പ്രമേഹം, പ്രഷർ ഇവ തന്നെയാണ് എപ്പോഴും ലീഡ് ചെയ്യുന്ന കോസ് കിഡ്നിക്കുള്ള. അതേപോലെ തന്നെ കിഡ്നിയുടെ അരിപ്പയിൽ ഉണ്ടാകുന്ന ചില അസുഖങ്ങളുണ്ടാവും. അതേപോലെ തന്നെ യൂറോളജിക്കൽ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബ്ലാഡറിൻ്റെ പ്രശ്നം, എപ്പോഴെപ്പോഴും ഇൻഫെക്ഷൻ, കല്ല്, മൂത്ര തടസ്സം, ഇതൊക്കെ കിഡ്നിയെ ബാധിക്കാവുന്ന കാരണങ്ങളാണ്. അപ്പോൾ ഈ പ്രോബ്ലംസ് ഒക്കെ ഉള്ള ആളുകളിൽ കിഡ്നി അസുഖം വരാനുള്ള സാധ്യത ഉണ്ട് എന്നർത്ഥം. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രമേഹമുള്ള ആളുകൾ അപ്പോൾ മനസ്സിലാലോചിക്കേണ്ട ഒരു സംഭവം, അല്ലെങ്കിൽ പ്രഷറുള്ള ആളുകൾ ചോദിക്കേണ്ട ചോദ്യം അപ്പോഴും ഒരേ ക്വസ്റ്റ്യൻ തന്നെയാണ്, എൻ്റെ കിഡ്നി ഓക്കെ ആണോ ഇല്ലേ. പലപ്പോഴും നമ്മൾ മലയാളികളിൽ കാണുന്നൊരു ഇതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ചൊരു ഒരു ഈസി ഗോയിങ് ആണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ പലപ്പോഴും നമുക്ക് ക്ലിനിക്കിൽ കിട്ടുന്ന കേസുകൾ പലപ്പോഴും നമ്മൾ വിചാരിക്കും, അപ്പോൾ ഇവരൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി കാര്യമായി ട്രീറ്റ്മെൻറ്റ് നടത്താൻ പറ്റുമായെന്ന് എപ്പോഴും തോന്നാറുണ്ട്. ഇപ്പോൾ ചില ആളുകൾ ചിലപ്പോൾ കിഡ്നി ഭയങ്കര പ്രഷറൊക്കെ ആയിട്ട് വരും. നമ്മൾ ചോദിക്കും, നമുക്ക് നേരത്തെ പ്രഷർ ഉണ്ടായിരുന്നു, നിങ്ങൾ എപ്പോഴും ചെക്ക് ചെയ്തിരുന്നു? ഞാൻ പണ്ട് എവിടെ പോയപ്പോൾ എന്തോ കൊടുക്കാൻ പോയപ്പോൾ അന്ന് കുറച്ച് പ്രഷർ ഉണ്ടായിരുന്നു, കുഴപ്പമില്ല, ഡയറ്റ് എക്സസൈസ് ഒക്കെ ചെയ്താൽ മതിയായിരുന്നു, പിന്നെ ഞാൻ നോക്കിയിട്ടില്ല എന്ന് പറയും. അപ്പോൾ അന്ന് എത്ര ഉണ്ടായിരുന്നു ഒരു പറഞ്ഞില്ല, അന്നൊരു 180, 160 ഉണ്ടായിരുന്നു എന്ന് പറയും. പിന്നീട് ഒന്നുകിൽ അത് ഇനി പ്രഷർ ഉണ്ടാവുമോ എന്നുള്ള പേടിയോണ്ടാണോ എന്നറിയില്ല, അല്ലെങ്കിൽ മനഃപൂർവ്വം അതിനെ പേടിച്ചിട്ടാന്ന് തോന്നുന്നുണ്ട്. പിന്നെ അവരാരും പിന്നെ പ്രഷർ ചെക്ക് ചെയ്യാറില്ല. അപ്പോൾ അതാണ് ഒരു പ്രശ്നമില്ല. അതേപോലെ തന്നെ സ്ത്രീകളിൽ പ്രത്യേകിച്ചും പ്രസവ സമയത്ത് പിന്നെ പ്രഷർ ഉണ്ടായിരുന്നോ, കാലിന് നീരുണ്ടായിരുന്നോ, അതന്ന് കുറച്ചുണ്ടായിരുന്നു, അത് പിന്നെ കുഴപ്പമില്ല, ഡെലിവറി കഴിഞ്ഞപ്പോൾ ശരിയായി. പിന്നെ മൂത്രത്തിൽ കൂടെ അന്ന് പത പോയിരുന്നോ, പ്രോട്ടീൻ ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞു. അത് പ്രസവത്തോടനുബന്ധിച്ചൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പോയി നോക്കിയൊന്നും ഇല്ല, പിന്നെ ഞങ്ങൾ പോയിട്ട് നോക്കിയിട്ടില്ല, പിന്നെ ചെക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിലൊരു പ്രശ്നം കണ്ട് നമുക്ക് അതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആളുകളിൽ പിന്നീട് കിഡ്നി പ്രോബ്ലം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ധാരണ നമുക്കില്ലാത്തതാണ് ഇതിൻ്റെ പ്രശ്നം.
അപ്പോൾ പലപ്പോഴും പല കാര്യങ്ങളും നമുക്ക് എപ്പോഴും തോന്നും ആളുകൾക്ക് ഇത് ഒന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഇതൊക്കെ നമുക്ക് ഒന്നുകൂടി ഇത്ര അസുഖത്തിലേക്ക് പോയില്ലായിരുന്നു എന്നുള്ളൊരു തോന്നൽ എപ്പോഴും നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ഒരു അവബോധം നിങ്ങളിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഒരു ലെക്ചറിൻ്റെ ഉദ്ദേശം. അത് മാത്രമാണ്. അതേപോലെ തന്നെ കിഡ്നി രോഗങ്ങൾ ഉണ്ടാവാനുള്ള വേറെ കാര്യമായ പ്രധാന പ്രശ്നം കാരണം ആളുകൾ മര്യാദക്ക് മരുന്ന് കുടിക്കൂല എന്നുള്ളതാണ്. ആളുകൾക്ക് പേടിയാണ് മരുന്നിന്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു തിരൂരിക്കാരൻ ഒരു ബഷീർ ഹൗസ് ഡ്രൈവറാണ്. 38 വയസ്സുള്ള ആള് ഡയാലിസിസ് ആയിട്ട് വന്നപ്പോഴാണ് ഞാൻ കാണുന്നത്. ഡയാലിസിസ് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത് ഡയാലിസിസ് സെന്ററിലുള്ളപ്പോഴാണ് ഞാൻ കാണുന്നത്. മലയാളി എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചു നോക്കുമ്പോൾ അയാൾ ഭയങ്കര യങ് പേഷ്യൻ്റാണ്. 38 വയസ്സുള്ള ആളുകൾ ഡയാലിസിസ് എത്തുക എന്ന് പറഞ്ഞാൽ അപ്പോൾ അയാൾ വെച്ച് നിങ്ങൾക്ക് നേരത്തെ അസുഖങ്ങളുണ്ടോ, എന്നാണ് നിങ്ങൾ കണ്ടത്, എന്താണ് നിങ്ങൾ ചെയ്യുക? അപ്പോൾ ഡോക്ടറെ ഞാൻ ഒരു 10-32 വയസ്സൊക്കെ ഉള്ളപ്പോൾ എനിക്ക് ഷുഗർ ഉണ്ട്. അപ്പോൾ ഞാൻ റൂമിൽ ചങ്ങായിനോട് പറഞ്ഞു, എന്തിനാ നിങ്ങൾ മരുന്ന് കുടിക്കണത്? ഒരിക്കൽ മരുന്ന് കുടിച്ചപ്പോൾ എന്നും സ്ഥിരമായി കുടിക്കണം. അപ്പോൾ ഞാൻ പിന്നെ കുറേ നാച്ചുറൽ മറ്റേ സാധനങ്ങൾ ഇത് അതിൽ വെള്ളത്തിൽ കലക്കി കുടിച്ചു, മറ്റേത് സാധനങ്ങൾ ഹെർബൽ മെഡിക്കേഷൻ എടുത്തു. ഇങ്ങനെ പോയി. പിന്നെ ഒന്ന് കൺട്രോളും. പിന്നെ ഡോക്ടറിന് പോലില്ല, ചെക്ക് ചെയ്യാറുമില്ല. പലപ്പോഴും നമ്മളെ വഴി തെറ്റിക്കുന്നത് ഒരു പക്ഷെ നമ്മളെ കൂടെയുള്ള ആളുകളോ അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ആളുകളാണ്. അവരുടെ അജ്ഞത അല്ലെങ്കിൽ നമ്മുടേതായ അജ്ഞത കൊണ്ട് നമ്മളൊരു കമൻറ്റോ ഒരു പാസിംഗ് കമൻറ്റ് നമ്മൾ പറയുന്നു. പക്ഷെ അതിൻ്റെ എഫക്റ്റ് അവരിൽ ഉണ്ടാക്കുന്നത് അതിന് കൊടുക്കേണ്ട വില ഒരാളിലേക്ക് കിഡ്നി അസുഖം വരുന്നത്. ഇതൊന്നും വരാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നേരത്തെ കിഡ്നി അസുഖം കണ്ടെത്തുക എന്നുള്ളത്. ഇനി അത് മാത്രം അല്ല, നമ്മൾ സോഷ്യലി നമ്മളെ സ്വാഭാവികമായിട്ടും പല പ്രയാസങ്ങളും ഉണ്ടാകുന്നു. ഇപ്പോൾ അടുത്ത കാലത്ത് ഒരു 3 മലയാളി ഫാമിലികളുണ്ട്. അപ്പോൾ ഒരൊക്കെ പ്രയാസം എന്ന് വെച്ചാൽ ഈ കിഡ്നി അസുഖം പ്രഗ്നൻസി വന്നാൽ കൂടും. അപ്പോൾ ചില അസുഖങ്ങൾ പ്രഗ്നൻസി വന്നാൽ അത് രോഗം മൂർച്ഛിക്കും. അപ്പോൾ നമ്മളോട് പറയും പ്രഗ്നൻസി പറ്റൂല, അത് റിസ്ക് ആണെന്ന് പറയും. അപ്പോൾ അങ്ങനെ അതിലൂടെ കടന്നു പോകുന്ന നിരവധി സ്ത്രീകളുണ്ട്. കല്യാണം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞിട്ട് പിന്നെ കിഡ്നി അസുഖം കണ്ടെത്തിയ ശേഷം പിന്നെ കോഴിക്കോട് ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ കുട്ടികളുടെ കാര്യം അറിഞ്ഞേക്ക്, അത് നടത്തുന്ന കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ വിഷമം പങ്കുവെച്ച് ഇവിടെ വന്നിട്ട് കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ക്ലിനിക്കിൽ വന്ന് കാണുകയും പിന്നെ പറയും ഡോക്ടർ എന്താ ചെയ്യുക, ഞാൻ പിന്നെ നേരത്തെ അറിഞ്ഞു പോയില്ല, ഹസ്ബൻഡും അതിൽ കുടുങ്ങിപ്പോയി. ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് ഹസ്ബൻഡ് കേൾക്കുന്നില്ല വേറെ കല്യാണം കഴിക്കാൻ, ഞാൻ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്, എനിക്ക് എങ്ങനെയെങ്കിലും പ്രഗ്നൻസി ക്യാരി ഔട്ട് ചെയ്തേ മതിയാവും. അപ്പോൾ ഞാൻ പറഞ്ഞ റിസ്ക്കാണിത്. അപ്പം ആ റിസ്ക് എന്ത് റിസ്ക് ആണെങ്കിലും എടുക്കാൻ ഞാൻ തയ്യാറാണ്. അപ്പം ഇങ്ങനെ സ്വന്തം ജീവൻ പോലെ റിസ്ക് എടുത്ത് ചെയ്യാവുന്ന അമ്മയാവാൻ കൊതിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് കിഡ്നി അസുഖത്തിൻ്റെ പേരിൽ. അതേപോലെ തന്നെ ഒരു കുട്ടിയായ ശേഷം പിന്നെ കിഡ്നി അസുഖം കണ്ടെത്തിയിട്ട് അടുത്ത ഇപ്പോൾ കുറച്ചു കാലം കൊണ്ടായിരുന്നു ഒരു ക്ലിനിക്കിൽ ഇരിക്കുമ്പം അന്നത്തെ ലിസ്റ്റില്ല സിസ്റ്റർ വന്നിട്ട് എടുത്തു ഡോക്ടറെ ഒരു മലയാളി പേഷ്യൻ്റ് വന്നിട്ടുണ്ട്, പുറത്തിരിക്കുന്നു, പിന്നെ ഭയങ്കര സങ്കടം കരച്ചിലൊക്കെ ഡോക്ടറെ കാണണമെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ ലിസ്റ്റിൽ നോക്കുമ്പോൾ പേഷ്യൻ്റ് ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു സിസ്റ്റർ ഇന്ന് ലിസ്റ്റ് ചെയ്ത പേഷ്യൻ്റിലുള്ള അതല്ല വേറെ വിഷയമാണ് കാണാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ക്ലിനിക്കിൽ ഇരിക്കുമ്പോൾ നമ്മുടെ കൂടെ സ്റ്റുഡൻസ് ഉണ്ടാവും, ഫെലോസ് ഉണ്ടാവും, റെസിഡൻസ്, നമ്മൾ കുറേ 4-5 ഡോക്ടേഴ്സ് സാധാരണ ഉണ്ടാവും ഇവിടെ. അപ്പോൾ നമ്മൾ ഇരിക്കുമ്പോൾ ഞാൻ നോക്കി നമ്മൾ അടുത്ത പേഷ്യനെ കണ്ടിട്ട് കാണാമെന്ന് പറഞ്ഞു. ആ പേഷ്യൻ്റ് കയറി വന്ന് നേരെ വന്ന് അപ്പോൾ ഞാൻ അവിടെ ഇരിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഭയങ്കര തേങ്ങി കരഞ്ഞു. ചോദിച്ചാൽ എന്തിനാ ഞങ്ങൾ കരയുന്നു? അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡോക്ടർ എനിക്ക് ടെൻഷനാണ്. അപ്പോൾ ചോദിച്ചാൽ എന്താ? അപ്പോൾ പറഞ്ഞു നാളെ അമ്മായിമ്മ നാട്ടിൽ നിന്ന് വരുന്നത്. നിങ്ങൾ അമ്മായിമ്മ നാട്ടിൽ നിന്ന് വരുന്നതിനൊക്കെ ബേജാറാവും. അപ്പോൾ അതല്ല ഡോക്ടറെ, എനിക്ക് അസുഖമുള്ള വിവരം അമ്മായിമ്മക്ക് അറിയില്ല. എനിക്കാണെങ്കിൽ കുട്ടിക്ക് ഇപ്പോൾ 5-6 വയസ്സായി. അമ്മായിമ്മ ഒന്ന് ചോദിക്കും അടുത്ത കുട്ടി എന്നാണ് ചോദിക്കും. എനിക്കാണെങ്കിൽ ഇത് പറയാനും പറ്റില്ല, പിന്നെ അറിഞ്ഞാൽ പിന്നെ അതെന്താ പോലെ ഇങ്ങനെ അത് എടുക്കാന്ന് അറിയില്ല. അപ്പം എനിക്ക് ഓടി വരുന്നതൊക്കെ ടെൻഷൻ. ഞാൻ പൊതുവെ സത്യത്തിൽ വെക്കേഷനൊന്നും നാട്ടിൽ പോകില്ല, ഈ ചോദ്യം പേടിച്ചിട്ട് പോകലില്ല. അപ്പം അങ്ങനത്തെ പ്രതിസന്ധികളിൽ കടന്ന് അങ്ങനെ ഭയങ്കര സങ്കടപ്പെട്ടത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിക്കുകയും ഹസ്ബൻഡിനോട് സംസാരിക്കുകയും എങ്ങനെ ഡീലെന്നൊക്കെ പിന്നെ അത് പറഞ്ഞ എന്തും പ്രശ്നമില്ലാതെ പോയി. പക്ഷെ ഇങ്ങനെ ഒരുപാട് നിരവധി പ്രതിസന്ധികൾ. അതേപോലെ 18 വയസ്സുള്ള ഒരു കുട്ടി, കല്യാണം കഴിഞ്ഞ് നല്ല സ്മാർട്ടായ ഒരു കുട്ടി, എഡ്യൂക്കേറ്റഡ് ആയ കുട്ടി, ഇന്നലെ ഞാൻ വഴി വെച്ച് കണ്ടിരുന്നു. അപ്പോഴും അവരുടെ പ്രശ്നം ഇതാണ്, അവർക്ക് സിവിയർ കിഡ്നി പ്രോബ്ലം ആണ്. ഈ കുട്ടി കൂട്ടത്തിൽ ഈ കുട്ടിയുടെ ഏറ്റവും വലിയ കുട്ടിയുടെ ഏറ്റവും പ്രയാസം. ആ കുട്ടീനോട് അപ്പോൾ ചോദിക്കുന്നു ഡോക്ടർ എനിക്ക് പ്രഗ്നൻസി
എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതൊക്കെ അവർക്ക് നമ്മൾ വിചാരിക്കാത്ത പല മാനങ്ങളും സോഷ്യലി, സാമൂഹികമായി, കുടുംബപരമായി നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന അസുഖങ്ങളിലേക്കാണ് ഈ പോകുന്നത്. അപ്പൊ ഇതിൻ്റെയൊക്കെ തുടക്കം എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സ്വാഭാവികമായിട്ടും സ്ത്രീകളിൽ, കുട്ടികളിൽ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ കുട്ടികളിൽ ഇടക്കിടക്ക് മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരിക, കുട്ടികൾ യഥാസമയത്ത് മൂത്രം ഒഴിക്കാതിരിക്കുക, പിന്നെ കഞ്ചനേറ്റിൽ പണ്ട് വയർ സ്കാൻ ചെയ്യുന്ന സമയത്ത് നേരത്തെ എന്തെങ്കിലും അനോമാലികൾ നേരത്തെ പ്രഗ്നൻസിയിൽ കണ്ടെത്തിയിരുന്നെങ്കിൽ അതിൻ്റെ ഫോളോ അപ്പ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ നമ്മൾ പിന്നെ കാര്യമായി പരിഗണിക്കാതെ വിട്ടു കഴിഞ്ഞാൽ ഭാവിയിലേക്ക് അതൊക്കെ അസുഖമായിട്ട് വരും. അതേപോലെ തന്നെ പ്രഗ്നൻസിയിൽ കാലും പ്രോട്ടീൻ ലീക്ക് ഉണ്ടായിരുന്ന ആളുകൾ, പ്രഷർ ഹൈ ആയിട്ടുണ്ടായിരുന്ന ആളുകൾ, ഷുഗർ ഉണ്ടായിരുന്ന ആളുകൾ, ഇവരൊക്കെ പിന്നീട് എപ്പോഴെങ്കിലൊക്കെ ചാൻസ് കിട്ടുമ്പോൾ അതെന്തായി എന്നറിയാൻ ചെക്ക് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും നിർബന്ധമായിട്ടും അത് ചെയ്തിരിക്കണം. എന്നാലും നമുക്ക് ഇതൊക്കെ റിസ്ക് ഫാക്ടറുകൾ നമുക്ക് കൺട്രോൾ ചെയ്താലേ നമുക്ക് ഭാവിയിലുള്ള അസുഖങ്ങൾ കൺട്രോൾ ചെയ്യാൻ കഴിയും. ഇനിയിപ്പോൾ ഇതൊന്നും കൺട്രോൾ ചെയ്ത് എന്താ പറ്റുക, നമ്മൾ 2 കിഡ്നിയും ഫെയിലിയർ ആവും, നമ്മൾ ഡയാലിസിലേക്ക് പോകും. അപ്പോൾ ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ സാധാരണ എന്താ ചെയ്യുക, നമ്മൾ ബ്ലഡ് എടുക്കുന്നു, ഒരു പൈപ്പ് കൂടെ വരുന്നു, ഈ പറയുന്ന മെഷീനിൽ കാണുന്ന റെഡ് ഫിൽറ്ററാണ്, ആ ഫിൽറ്റർ കൂടെ ബ്ലഡ് വരുന്നു, അതിന് ആവശ്യമില്ലാത്ത ടോക്സിൻസും വേസ്റ്റ് സാധനങ്ങളൊക്കെ നമ്മൾ അരിച്ചെടുക്കണം, വെള്ളം വലിച്ചെടുക്കണം. അതിനുശേഷം ബാക്കി വരുന്ന ബ്ലഡ് തിരിച്ച് നമ്മൾ ക്ലീൻ ചെയ്ത ബ്ലഡ് തിരിച്ച് അങ്ങോട്ട് തന്നെ കൊടുക്കണം. ഇതാണ് ഈ പ്രോസസ്സ്. ഈ പ്രോസസ്സ് ഭയങ്കര ചെലവേറിയതാണ്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ഡയാലിസിസ് ചെയ്യണമെങ്കിൽ ഏകദേശം 200, 250, 300 റിയാലുമാണ് ഒരു സെഷൻ. നമ്മൾ ആഴ്ചയിൽ 3 എണ്ണം ചെയ്യാം. അപ്പോൾ എത്രയായി? ആഴ്ചയിൽ 300 കൂട്ടിയാൽ തന്നെ 900 ആയി. പിന്നെ ആഴ്ചയിൽ ഒരു മാസമാണെങ്കിൽ 4, 9, 36. ഏകദേശം അപ്പോൾ ആലോചിച്ചപ്പോൾ ഒരു 1500, 2000, 2500, 3000 ശരാശരി ശമ്പളമുള്ള ഒരു സാധാരണക്കാരന് ഒരു ഡയാലിസിസിന് ചെയ്യണമെങ്കിൽ അയാളെ മാസവരുമാനത്തിനായിട്ടും കൂടുതൽ പിന്നെ ചെലവാക്കേണ്ടി വരും. അയാളെങ്ങനെ കുടുംബം നോക്കാൻ, കുട്ടിയുണ്ട്, കുടുംബമുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സോഷ്യൽ ഇമ്പാക്റ്റ് ഭയങ്കരമാണ്. അപ്പോൾ ഒരു പക്ഷേ നമ്മളൊക്കെ കുറേ ഭാഗ്യമാണ് ചെയ്തത് മലയാളികൾ. കാരണം നമുക്ക് കാണുന്ന സ്ഥലങ്ങളിലൊക്കെ ഡയാലിസിസ് സെൻ്ററുകളുണ്ട്, തണലായിട്ടും മറ്റ് സംഘടനകളായിട്ടും എല്ലാവരും ഡയാലിസിസ് സെൻ്ററുകളുണ്ട്. അപ്പോൾ നമ്മൾ ആളുകൾക്ക് ഡയാലിസിസ് ചെയ്യാൻ ഓപ്ഷൻ ഇല്ലാത്തൊരു പ്രശ്നമില്ല. അപ്പോൾ സ്ഥലമുണ്ട് അറ്റ്ലീസ്റ്റ് ചെയ്യാൻ. പക്ഷേ ബാക്കിയുള്ള കൺട്രികളൊന്നും അങ്ങനെയല്ല. ബംഗ്ലാദേശും നേപ്പാളുള്ള ആളുകൾ അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ക്ലിനിക്കുകളപ്പോൾ നമുക്ക് ഈ കിഡ്നി ഫംഗ്ഷൻ കുറഞ്ഞ കുറേ പേഷ്യൻസ് വരുന്ന ക്ലിനിക്കുകളുണ്ട്, ഏറ്റവും അത് ഡയാലിസിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ നമ്മളോട് ചോദിക്കും, നിങ്ങൾ പിന്നെ ഡയാലിസിസിൻ്റെ എന്തായി, നമുക്ക് അതിനെപ്പറ്റി അതിനുള്ള പ്രിപ്പറേഷൻ ചെയ്യണ്ടേ? കാരണം നമുക്ക് ഡയാലിസിസ് ചെയ്യണമെങ്കിൽ പിന്നെ സാധാ ഇഞ്ചക്ഷൻ വെച്ചാൽ പോലെ, സാധാ സൂചി കുത്തുന്ന പോലെ കുത്തിയാൽ പോലെ, നമുക്ക് പ്രത്യേകിച്ച് വലിയ കട്ടിയുള്ള രക്തക്കുഴലുകൾ വേണം. അപ്പോൾ നമ്മൾ അതിന് ഫിസ്റ്റുല ഉണ്ടാക്കുക എന്നാ പറയാം. അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കുകയും അതിലൂടെ അത് മെച്ചറായ ശേഷം യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് വലിയ ഒരു ടണൽ പോലുള്ള ഒരു വലിയൊരു കർമ്മിക്കകത്തിട്ട് അതിലൂടെ ചെയ്യാം വലിയ. അപ്പോൾ നമ്മൾ ഓരോ 5ാമത്തെ സ്റ്റേജൊക്കെ ആകുമ്പോൾ നമ്മൾ പറയുമ്പോൾ ഫിസ്റ്റുല ഉണ്ടാക്കി വെക്കാം, റെഡിയാക്കി വെക്കാം, എപ്പോഴാണ് ഡയാലിസിസ് നമുക്ക് തുടങ്ങാൻ ഈസി ആയിരുന്നു. അപ്പോൾ ഒരു പറയും, ഡോക്ടർ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതെന്താ ഡോക്ടർ, എൻ്റെ വീട് ടൗണിൽ 100 കിലോമീറ്റർ മലൻ്റെ മുകളിലാണ്, ഞങ്ങൾക്ക് ഒരു ഡയാലിസിസ് ഉള്ള ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ 250-300 കിലോമീറ്റർ ആവും. അവിടെ എല്ലാ പ്രാവശ്യം പോകാൻ നടക്കില്ല. മാത്രമല്ല എൻ്റെ അടുത്ത് പൈസയില്ല, ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ട് ഒരു ശമ്പളം ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ അപ്പം എന്ത് ചെയ്യാം? അപ്പോൾ ഞാൻ ജോലി എക്സിറ്റ് ചെയ്ത് എനിക്ക് ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോവാം. സത്യത്തിലാണ് തിരിച്ച് നാട്ടിലേക്കല്ല പോകുന്നത്, അയാൾ മരണത്തിലേക്ക് നടക്കണം. അയാൾക്ക് അറിയാം ഞാൻ മരിക്കാൻ പോവുകയാണ്, എനിക്ക് ഇനി ഡയാലിസിസ് ചെയ്യാൻ കഴിയില്ല, എനിക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ ഓപ്ഷൻ ഇല്ല, എൻ്റെ അടുത്ത് പൈസ ഇല്ല, എന്നാൽ പിന്നെ മരിക്കുന്നതിന് പോകും, മക്കളെ കണ്ട് മരിക്കാലോ എന്ന് വിചാരിച്ച് മരണത്തിലേക്ക് അങ്ങനെ സങ്കടത്തോടെ നടന്നു പോകും. നമ്മളിങ്ങനെ നിസ്സഹായാവസ്ഥയോടെ നമ്മൾക്ക് ഇങ്ങനെ നോക്കി നിൽക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ ഒരുപാട് നമ്മൾ വിചാരിക്കാത്ത പല സോഷ്യൽ ഇമ്പാക്റ്റും ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഡയാലിസിസ് മെഷീനാണ് ഈ കാണുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ എന്താണ് ഇതിനൊരു മോഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നതാണ്. ഈ ഞാൻ പറഞ്ഞ പോലെ സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണെങ്കിൽ പിന്നെയും ഓക്കെ, മുസ്ലിങ്ങൾക്ക് ഇവിടുന്ന് ചാരിറ്റിന്ന് പൈസ കിട്ടും, അതുകൊണ്ട് ഗവൺമെൻറ് വക അങ്ങനെയെങ്കിലും കിട്ടും. അല്ലാത്ത മുസ്ലിങ്ങളാണെങ്കിൽ ഇവിടെ ഡയാലിസിസ് ആണെങ്കിൽ അതിനും പൈസ കിട്ടില്ല. അപ്പോൾ അങ്ങനെ പിന്നെ ചാരിറ്റികൾ വേറെ ആരെങ്കിലുമൊക്കെ കൊടുത്ത് കിട്ടി സദക്കയിൽ കിട്ടി വരേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ കുറേ സാമ്പത്തികമായിട്ട് ഒരുപാട് ഇമ്പാക്റ്റിലാണ്. ഈ പറഞ്ഞ പോലെ ഡയാലിസിസ് ഉള്ള പേഷ്യൻസിന് വെള്ളം കുടിക്കാൻ പറ്റും. നമ്മൾ ഭയങ്കര വെള്ളം റെസ്ട്രിക്റ്റ് ചെയ്യും. കാരണം ബോഡിയിൽ നിന്ന് വെള്ളം കളഞ്ഞു പോകാത്തതുകൊണ്ട് വെള്ളം കുടിക്കുന്നത്. നിങ്ങൾ ആലോചിക്കുന്ന ഒരു നോമ്പിൻ്റെ സമയത്ത് നമ്മൾ നോമ്പൊക്കെ നോറ്റി പിന്നെ നോമ്പ് തുറക്കാൻ നേരത്തെ നമ്മളോട് വെള്ളം തന്നായിട്ട് പറഞ്ഞാൽ നിങ്ങൾ 1 ഗ്ലാസ് വെള്ളം കുടിക്കരുത്, ഒരു 4 ഗ്ലാസ് വെള്ളം കൊടുക്കാൻ പറ്റും. എന്തെങ്കിലും നമ്മൾ ദാഹിച്ച് വലഞ്ഞ് അതേപോലെയാണ് നമ്മുടെ പേഷ്യൻസും.
അവർക്ക് വെള്ളം കുടിക്കാൻ കഴിയില്ല. നമ്മൾ അവരോട് റെസ്ട്രിക്ട് ചെയ്യാൻ പറയും. നിങ്ങളൊരു 500 ml 600 ml 800 ml ഇത്രയും ആകെ കുടിക്കാൻ പറ്റുള്ളൂ. വെള്ളം മാത്രമല്ല, നിങ്ങൾ ചായ, വെള്ളം, ജ്യൂസ്, എല്ലാ സൂപ്പ്, കറി എല്ലാം അടക്കം. അതാലോചിച്ച് നിങ്ങൾ ഇങ്ങനെ ഇത്രയും പ്രയാസത്തിൽ കൂടെ കടന്നു പോകുന്ന ആളുകൾ. അപ്പൊ അങ്ങനത്തെ ഒരു ദുരിതപൂർണമായ ഒരു ജീവിതമാണ് സത്യത്തിൽ ഈ കിഡ്നി പേഷ്യൻസിലൂടെ കടന്നു പോകുന്നത്. അപ്പൊ അങ്ങനത്തെ അസുഖങ്ങളിൽ വരാതെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും വീണ്ടും ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഈ സാധനങ്ങളൊക്കെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ആ ദുരിതം കണ്ടാലേ നമുക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും. എന്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്, എന്തിലേക്ക് നയിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലേക്ക് കിഡ്നിയെ സംബന്ധിച്ചുള്ള കിഡ്നിയുടെ റിസ്ക് ഫാക്ടറുകൾ കൺട്രോൾ ചെയ്യുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രഷറുള്ള ആളുകളുടെ പ്രഷർ കൺട്രോൾ ചെയ്യണം. അപ്പോൾ പ്രഷറിന്റെ മരുന്ന് കുടിക്കണം. അതിൽ പ്രഷറിൽ ഏത് മരുന്ന് കുടിക്കണം, അതിൽ കിഡ്നി പ്രൊട്ടക്റ്റീവായ മരുന്നുകളുണ്ട്, പ്രോട്ടീൻ ലീക്ക് കുറക്കുന്ന മരുന്നുകളുണ്ട്. അത് നിങ്ങളുടെ ഡോക്ടറെ ചോയ്സാണ്. നിങ്ങളുടെ ഡോക്ടറാണ് അത് തീരുമാനിക്കുന്നത് ഏത് ടൈപ്പ് ഓഫ് മരുന്ന് എപ്പോൾ കിഡ്നിയുടെ ഡോക്ടറെ കാണിക്കണം എന്നുള്ളത്. പക്ഷെ നിങ്ങളുടെ സമയത്തോടുള്ള സാധാരണ ആളുടെ സമയത്ത് നമ്മൾ റെഗുലറായിട്ട് ഡോക്ടറെ കാണുക, റെഗുലറായിട്ട് ഡോക്ടറെ അടുത്ത് പോവുക, റെഗുലറായിട്ട് ഡോക്ടറെ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ സമയത്തുള്ള നമുക്ക് ചെയ്യാനുള്ളതാണ്. ബാക്കിയുള്ളത് ഓര് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ തപ്പിയാൽ പല ടൈപ്പ് പ്രഷറിനുള്ള ടൈപ്പിനുള്ള ഏതൊക്കെ നല്ല ഡയറ്റ് ഏതാണ്, അല്ലെങ്കിൽ യൂറിക് ആസിഡിനുള്ള ഡയറ്റ് ഏതാണ്. അപ്പോൾ യൂറിക് ആസിഡ് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ യൂറിക് ആസിഡ് ചിലപ്പോൾ എന്താ വെച്ചാൽ കിഡ്നിയിൽ സ്റ്റോൺസ് ഉണ്ടാക്കും. അപ്പോൾ കിഡ്നിയിൽ സ്റ്റോൺ കെട്ടി കടന്നു കഴിഞ്ഞിട്ട് പിന്നെ കിഡ്നിയിൽ നീർക്കെട്ടുണ്ടായി കിഡ്നി കേടുവരും. അപ്പോൾ എല്ലാം റിലേറ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾ യൂറിക് ആസിഡ് കൺട്രോൾ ചെയ്താൽ, ഡയറ്റിൽ കൺട്രോൾ ചെയ്ത്, മരുന്ന് കഴിച്ച് കൺട്രോൾ ചെയ്താൽ കിഡ്നിക്കുള്ള റിസ്കുകൾ യൂറിക് ആസിഡ് കുറക്കുള്ളൂ. അപ്പോഴേ കല്ല് കുറവുണ്ടാവുള്ളൂ, അപ്പോഴേ കിഡ്നി അസുഖം വരുന്നത് കുറയും. അതേപോലെ തന്നെ ഇതേപോലെ കിഡ്നിയുടെ ചില ആളുകൾ ചോദിക്കും കിഡ്നി അസുഖമുള്ള ആളുകൾ ഏതാ ഡയറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ട് കിഡ്നി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പല സ്റ്റേജുകളുണ്ടല്ലോ. ആ സ്റ്റേജുകൾക്ക് ഡിപ്പെൻസ്. അഡ്വാൻസ്ഡ് സ്റ്റേജ് ആകുന്നതോറും രോഗം മൂർച്ഛിക്കുന്നതോറും നിങ്ങളുടെ ഡയറ്റിൽ റെസ്ട്രിക്ഷൻ വരിക. നിങ്ങളുടെ വെള്ളം കുടിക്ക്, നിങ്ങളുടെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അളവ്, പ്രോട്ടീൻ കഴിക്കുന്ന അളവ് എല്ലാം നമ്മൾ റെസ്ട്രിക്ട് ചെയ്യും. തേർഡ് സ്റ്റേജിലാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ പോകും. അപ്പോൾ നമുക്കിത് ഈ അസുഖം വരാതിരിക്കാൻ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. നമ്മൾ കുറച്ചൊന്നും ശ്രദ്ധിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഒന്ന് നമ്മൾ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, അത് നമ്മുടെ ഫിറ്റ് എക്സസൈസ്, ഡയറ്റ്, മര്യാദക്കുള്ള ഉറക്കം, നല്ല ജീവിതശൈലി, നല്ല ഭക്ഷണം, ഹെൽത്തി ഫുഡ്, ഇതൊക്കെ ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന റിസ്ക് എന്താണെന്ന് നിങ്ങൾ അസസ് ചെയ്യാം. നിങ്ങൾ പ്രഷറുള്ള ആളാണോ, നിങ്ങൾക്ക് റിസ്ക് ഉണ്ട്. നിങ്ങൾ ഡയബറ്റീസ് ഉള്ള ആളാണോ, നിങ്ങൾക്ക് റിസ്ക് ഉണ്ട്. നിങ്ങൾ യൂറിക് ആസിഡ് ഉള്ള ആളാണോ, നിങ്ങൾക്ക് റിസ്ക് ഉണ്ട്. ഇതിനൊക്കെ പുറമെ നിങ്ങൾ അനാവശ്യമായിട്ട് മരുന്ന് കുടിക്കുന്ന ആളാണോ, അതും റിസ്ക് ഉണ്ട്. സോ സ്ഥിരമായി ഉണ്ടാകുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ മരുന്നുകൾ നമുക്ക് ചെറിയ നേരത്തെ പറഞ്ഞാൽ ചില ആളുകൾക്ക് പേടിയാണെങ്കിൽ ചില ആളുകൾക്ക് അത് ഹരാണ്. ചെറിയ തലവേദന ഉണ്ടോ ഉടനെ ഫാർമസിയിൽ പോയി മരുന്ന് വാങ്ങും. ചെറിയ എന്തെങ്കിലും ഉണ്ടോ ഉടനെ ആന്റിബയോട്ടിക് വാങ്ങും. പിന്നെ ഈ കാണുന്ന യൂട്യൂബിലും അതേപോലെ തന്നെ ഇതിൽ കാണുന്ന എല്ലാ ഹെർബൽ സാധനങ്ങളും നമ്മൾ പരീക്ഷിക്കും. ഈ സാധനം അരിട്ട് ചൂടാക്കുക, മറ്റേ ചൈനയിൽ നിന്ന് കൊണ്ടുവരുന്ന ഈ സാധനം എടുക്കുക, ഇങ്ങനത്തെ എല്ലാം പരീക്ഷിക്കപ്പെടുന്ന ഒരു സമൂഹമാണ് ഞങ്ങൾ. അങ്ങനത്തെ ആളുകൾക്കും കിഡ്നി രോഗങ്ങളുണ്ടാവും. അപ്പോൾ അനാവശ്യമായ ഒരു മരുന്നുകളും കഴിക്കാതിരിക്കുക, ആവശ്യത്തിന് മാത്രം ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കുക. നിങ്ങൾ ഈ കഴിയുന്ന വേദന സംഹാരികളാണ് ഏറ്റവും പ്രശ്നം. മുട്ടുവേദന ഉള്ളവരുണ്ടാവും, ബാക്ക് പെയിൻ ഉള്ളവരുണ്ടാവും, ഫുട്ബോൾ വെച്ചിട്ട് ജോയിന്റ് പെയിനുള്ള ആളുകളുണ്ടാവും. ഇവരൊക്കെ ചെയ്യണം എന്താ, ഫാർമസി പോകും, ബ്രൂഫൻ, ഡൈക്ലോഫിന, അങ്ങനത്തെ വേദന സംഹാരികൾ കഴിക്കും. അങ്ങനത്തെ വേദന സംഹാരികൾ കിഡ്നിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അത് അങ്ങനെ കിഡ്നി ഫെയിലിയറിലേക്ക് നയിക്കുന്ന സാധനങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ പെയിൻ കില്ലർ കഴിച്ചാൽ. പാരസിറ്റമോൾ കുറച്ചുകൂടി കിഡ്നി ഫ്രണ്ടിലാണ്. പാരസിറ്റമോൾ അഥവാ പാനഡോൾ കഴിച്ചാൽ വലിയ പ്രശ്നമില്ല. അല്ലാത്ത സ്ട്രോങ് ആയ സാധനങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങൾ കിഡ്നിയെ അത് കേടുവരും. അപ്പം ഇത് നിങ്ങളുടെ ജീവിതശൈലിയിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന അസുഖങ്ങൾ, നിങ്ങളുടെ ഫാമിലി ഹിസ്റ്ററി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അസുഖങ്ങൾ കിഡ്നി നിങ്ങളുടെ ഫാമിലിയിൽ നേരത്തെ ചെറുപ്പക്കാരിൽ ആരെങ്കിലും കിഡ്നി കേടുവരികയും ഡയാലിസിലേക്ക് എത്തുകയും ചെയ്യണമെങ്കിൽ അങ്ങനത്തെ ആളുകളിൽ വീണ്ടും അതേ കിഡ്നി അസുഖം മറ്റുള്ള ആളുകളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് പാരമ്പര്യമായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പം അങ്ങനത്തെ ആളുകളുടെ റിസ്ക് കൂടുതലാണ്. അതേപോലെ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഷുഗർ ഉള്ള ആളുകളിൽ നമുക്കുള്ള ഒരു പ്രയാസം എന്ന് വെച്ചാൽ ഷുഗർ ഉണ്ടെങ്കിൽ ഷുഗർ ഉണ്ട്, കൺട്രോളാണെന്ന് വെച്ചാൽ കൺട്രോൾ ഒന്നുമില്ല. ഞാൻ എല്ലാം മരുന്ന് കുടിക്കാറില്ല. നിങ്ങൾ ഇനി എന്ത് സാധനം കഴിച്ചാലും ഹോമിയോ ആയിരിക്കും, ആയുർവേദം ആയിരിക്കും, അല്ലെങ്കിൽ അലോപ്പതി ആയിരിക്കും, ഏത് കഴിച്ചാലും ഷുഗർ കൺട്രോൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഷുഗർ കൺട്രോൾ അല്ലെങ്കിൽ ഏത് ട്രീറ്റ്മെന്റ് ആണെങ്കിലും അത് അപര്യാപ്തമാണ്. അപ്പോൾ ഷുഗർ കൺട്രോൾ ചെയ്യുക, പ്രഷർ കൺട്രോൾ ചെയ്യുക എന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതേപോലെ തന്നെ ഈറ്റ് ഹെൽത്തി. അതേപോലെ ഓവർ വെയിറ്റ്, നിങ്ങൾ ഓവർ വെയിറ്റ് ആകുമ്പോൾ ചിലപ്പോൾ കിഡ്നിക്ക് കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിലേക്ക് FSGS അങ്ങനത്തെ സെക്കൻഡറി FSGS എന്ന പല അസുഖങ്ങളൊക്കെ ഉണ്ട്. കിഡ്നി കൂടുതൽ ഹൈപ്പർ ഫിൽട്രേഷൻ ചെയ്യണം, കൂടുതൽ വർക്ക് ചെയ്യണം, അങ്ങനെ കിഡ്നി ഡാമേജ് ആകാൻ സാധ്യത. അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് നിങ്ങൾ കൺട്രോൾ ചെയ്യണം. അതേപോലെ തന്നെ മരുന്നിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ചാൻസ് കിട്ടിയാൽ നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ
പിന്നെ നിങ്ങൾ റിസ്ക് ഫാക്ടറുകൾ നോക്കുക. അപ്പോൾ എപ്പോഴും ചിലപ്പോൾ ഒരു ഫ്രീ ക്യാമ്പയിൻ ആയിരിക്കും, ഫ്രീ ക്യാമ്പ് ആയിരിക്കും, അല്ലെങ്കിൽ നാട്ടിൽ വെറുതെ ഒരു വെക്കേഷന് പോകണമായിരിക്കും, അല്ലെങ്കിൽ ഇവിടുന്ന് ഏതെങ്കിലും ഒരു പരസ്യം കണ്ട് ചെയ്യണമായിരിക്കും, അല്ലെങ്കിൽ ഇസ്ലായി സെന്ററിന്റെ ഭാഗത്തായിട്ടൊരു മെഡിക്കൽ ക്യാമ്പ് ആയിരിക്കും. എന്തും ആവട്ടെ, അതിൽ ടെസ്റ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുക. കാരണം നേരത്തെ പറഞ്ഞ പോലെ കിഡ്നി അസുഖം ചിലപ്പോൾ നമുക്കൊരു സിംറ്റംസും ഉണ്ടാവില്ല. പിന്നെ ട്രീറ്റ്മെന്റ് എന്നുള്ളത് നമുക്ക് പല ടാർഗറ്റ് ഉണ്ട്. ഞാൻ പ്രത്യേകിച്ച് സ്പെസിഫൈ ചെയ്ത് പറയാൻ കാരണം ഇപ്പോൾ മരുന്ന് കഴിക്കേണ്ടതൊക്കെയാണെങ്കിൽ മരുന്ന് കഴിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ കിഡ്നി പ്രഷർ കൺട്രോൾ ചെയ്താൽ, പ്രഷർ അൺകൺട്രോൾ ആണെങ്കിൽ കിഡ്നി പെട്ടെന്ന് ഒരു സ്റ്റേജിൽ നിന്ന് മറ്റേ സ്റ്റേജിലേക്ക് പോകും, പെട്ടെന്ന് കിഡ്നി കേടുവരും. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞില്ല, നമ്മൾ പ്രോഗ്രഷൻ സ്ലോ ചെയ്യാൻ നമ്മൾ ഉദ്ദേശം. അപ്പോൾ കണ്ടെത്തിയെന്ന് വെച്ചാൽ പ്രഷർ 130-80 താഴെയാക്കി വെക്കുന്ന ആളുകളിൽ കിഡ്നി അസുഖം വരാനുള്ള സാധ്യത, മൂർച്ഛിക്കാനുള്ള സാധ്യത കുറവാണ്. നമുക്ക് പ്രോഗ്രസ് ചെയ്യാം. അതേപോലെ തന്നെ പ്രോട്ടീൻ ലീക്ക്, മൂത്രത്തിൽ പോകുന്ന പ്രോട്ടീൻ ലീക്കിൻ്റെ അളവ് കുറവാണ്. ഷുഗർ നല്ലോണം കൺട്രോൾ ചെയ്യുക, പിന്നെ അസിഡ് കൺട്രോൾ ചെയ്യുക. ഇതൊക്കെ കൺട്രോൾ ചെയ്താൽ കിഡ്നി ഒരു സ്റ്റേജിലേക്ക് മറ്റു സ്റ്റേജിലേക്ക് പോയി ഡയാലിസിലേക്ക് എത്തുന്ന ആ അവസ്ഥ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇപ്പോൾ ഇതൊന്നും ചെയ്യാതെ പഠിച്ചോൻ്റെ ഒരു ഇതുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതാണ് വിധി എന്നുണ്ടെങ്കിൽ പിന്നുള്ള ഓപ്ഷൻ നമ്മൾ ഡയാലിസിസ് ചെയ്യുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ കിഡ്നി മാറ്റി വെക്കുക എന്നുള്ളതാണ്. ഇതാണ് ഈ ജനറൽ കിഡ്നിയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഞാൻ പണ്ടൊരു പ്രാവശ്യം ക്ലാസ്സിന് പോയപ്പോൾ ലാസ്റ്റ് ക്ലാസ് കഴിഞ്ഞാൽ ഒരു ലേഡി എന്നോട് ചോദിച്ചു, എൻ്റെ ഡോക്ടറെ നിങ്ങൾ ഈ കിഡ്നിയുടെ അസുഖ സാധനങ്ങളൊക്കെ പറഞ്ഞു, എന്നും ദുരിതത്തിൻ്റെ കഥ നിങ്ങൾക്ക് പറയാനുള്ള ഒരു സന്തോഷമുള്ള ഒരു സാധനം നിങ്ങൾക്ക് പേഷ്യൻറ്റിനെ കാണാൻ കഴിയില്ല. കാരണം ഈ പേഷ്യൻ്റെ കിഡ്നി പോയിട്ടില്ലേ വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ശരിയാണ്, ചില ആളുകളൊക്കെ നമുക്ക് ഇമ്പോർട്ടേഷൻ ഓൾമോസ്റ്റ് എല്ലാ ആളുകളും ഇങ്ങനെ തന്നെ. പക്ഷെ അങ്ങനെയൊന്നുമല്ല, ചില സന്ദർഭങ്ങളിൽ നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങളും ഉണ്ടാവാറുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കോഴിക്കോട് നിന്ന് കുട്ടിയെ മറന്നേക്ക് എന്ന് പറഞ്ഞു വന്ന ക്ലിനിക്കിൽ വന്ന ലേഡിയാണ്. ആ ലേഡി പിന്നെ അൽഹംദുലില്ലാഹിന് ശേഷം ട്രീറ്റ്മെന്റ് അതിന്റെ റിസ്ക്, അവരെ കണ്ണീരും കരച്ചിലും കണ്ട് റിസ്ക് അവർ ഏറ്റെടുത്ത് പിന്നെ അവര് പ്രഗ്നൻസി ആയി. അൽഹംദുലില്ലാഹ് അവിടെ നിന്ന് ഒരു കുട്ടിക്ക് ജന്മം കൊടുത്തു. അത് കഴിഞ്ഞ് നാട്ടിൽ പോയി, നാട്ടിൽ നിന്ന് വീണ്ടും പ്രഗ്നൻസി ആയി. അൽഹംദുലില്ലാഹ് അതും കഴിഞ്ഞു. ഇപ്പൊ ഇന്നലെ 4 ദിവസം മുമ്പ് എനിക്കൊരു മെസ്സേജ്, ഡോക്ടറിന്റെ അടുത്ത പ്രഗ്നൻസി പ്ലാൻ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാ പ്രഗ്നൻസിയും ഒരേപോലെ അല്ല, ഓരോ പ്രഗ്നൻസിയും ചിലപ്പോൾ എപ്പോഴും നല്ല ഔട്ട്കം ആയിക്കൊള്ളണം എന്നില്ല, അതുകൊണ്ട് റിസ്ക് ഉണ്ടെന്ന്. അപ്പൊ തിരിച്ചിനോട് മെസ്സേജ്, ഡോക്ടർ അഭിപ്രായം പറയും, ഞാൻ അതിന് മറുപടി അയച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പേഷ്യൻസിന്റെ കഥ. നമ്മൾ എത്ര റിസ്ക് പറഞ്ഞാലും, കാരണം നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകണം, കുടുംബം കൊണ്ടുപോകണം. അപ്പൊ അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ഒരു അസുഖമാണ്. അതിന് പല മാനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അസുഖമെന്ന് ആരുണ്ട്. ഇപ്പൊ നമുക്ക് മരുന്ന് പറഞ്ഞു തരാൻ ആളുകളുണ്ടാവും, പിന്നെ ആയുർവേദിക് സാധനങ്ങൾ, അല്ലെങ്കിൽ പിന്നെ ഇഞ്ചി കലക്കി കുടിക്കാൻ, മറ്റത് കലക്കി, അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ടാവും. പക്ഷെ അവസാനം നിങ്ങൾ അസുഖമായിട്ട് വരുമ്പോൾ ലാസ്റ്റ് ആരുണ്ടാവുക? നിങ്ങളെ ഫാമിലി മാത്രം ഉണ്ടാവും. ഈ പറഞ്ഞ ഫ്രണ്ടോ മരുന്ന് കുടിക്കേണ്ടടാ, മരുന്ന് കുടിക്കാൻ സ്ഥിരമായി കൊടുക്കേണ്ടി വരും, ഡോക്ടറെ കാണുമ്പോൾ അവർക്ക് പൈസ ചിലവാകും, ടെസ്റ്റ് ചെയ്യണ്ട, ഈ പറഞ്ഞ ആളുകളൊന്നും ഉണ്ടാവില്ല. ലാസ്റ്റ് എപ്പോഴും കാണാണ് പേഷ്യൻസ് വരുമ്പോൾ ലാസ്റ്റ് ഡോക്ടറെ ഡയാലിസിസ് ചെയ്താണ് കുഴപ്പമില്ല, എനിക്ക് ജോലിക്ക് പോകാൻ പറ്റും, എൻ്റെ കുട്ടി ചെറുതാണ്, ഡോക്ടർ 10ാം ക്ലാസ് പാസ് ചെയ്തു, മറ്റേ ഞാൻ കുറേ ലേറ്റ് ഡോക്ടറെ കുറേ പിന്നെ പ്രയാസങ്ങളൊക്കെ കഴിഞ്ഞ അവസാനമാണ് ഞാനിപ്പോൾ കല്യാണം കഴിച്ച് ലേറ്റായിട്ട് കല്യാണം കഴിച്ചിട്ട്, കുട്ടി ചെറുതാണ് ഡോക്ടർ, എന്താ ചെയ്യുക, എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ ഇതൊന്നും ഒരാരും കാണാനുണ്ടാവില്ല, നിങ്ങളെന്നെ അനുഭവിക്കേണ്ടി വരും. അത് കഷ്ടകാലത്തിന് അധികം അടുത്തറിയുന്ന ആളുകളെ ഞങ്ങളാണ്, ഇവർ നമ്മളോടാണ് ഈ സങ്കടം, നമുക്കപ്പോൾ ഒന്നും ചെയ്യാനും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പിന്നെ ആളുകൾ നിങ്ങൾക്ക് തരുന്ന ഉപദേശങ്ങൾ അത് നല്ല രീതിയിൽ എടുക്കാൻ പറ്റട്ടെ, അത് നല്ല രീതിയിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനൊരു ജനറൽ ഐഡിയ തന്നു. ഇനി ഒരുപാട് അസുഖങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ പറയാനുണ്ട്. ഒരു ടോട്ടൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നേരത്തെ കണ്ടെത്തേണ്ട ആവശ്യകത എന്താണെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഉദ്ദേശിച്ചു ഞാൻ ജനറലായി പറഞ്ഞത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം, എന്തുവാണെങ്കിൽ ചോദിച്ചോളൂ. ചിലപ്പോൾ ചില ആൾക്ക് സംശയം ഞാൻ ചോദിക്കുന്ന പൊട്ടത്തരാണ്, ഓരോ ആൾക്കാർ കേട്ടാൽ എന്തെങ്കിലും തോന്നുന്നു, അങ്ങനെ വിചാരിക്കണം. നിങ്ങൾ ഗുളിക കഴിക്കേണ്ട എന്ന് പറയുന്നത് ട്രീറ്റ്മെന്റിലെ ഗുളികയല്ല. അപ്പൊ അനാവശ്യമായ പെയിൻ കില്ലേഴ്സ് അങ്ങനത്തെ ഗുളികൾ ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. നിങ്ങൾ ഈ ഗുളിക കഴിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ, ഇപ്പോൾ നോക്കൂ, ഒരാളെ കിഡ്നി സ്റ്റേജ് 1ാമത്തെ സ്റ്റേജിലോ 2ാമത്തെ സ്റ്റേജോ കണ്ടെത്തി എന്ന് വിചാരിക്കുക. അയാൾ പ്രഷറിൻ്റെയും മരുന്ന് ഒന്നും കഴിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അയാളൊരു 8-10 വർഷം കഴിഞ്ഞാൽ അയാൾക്ക് 2 കിഡ്നിയും ഫെയിലർ ആയിട്ട് അയാൾ ഡയാലിസിലേക്ക് എത്തും. അതേസമയം അയാൾ മരുന്ന് കുടിച്ച് കൺട്രോൾ ചെയ്ത് നമ്മൾ ഈ പറയുന്ന എല്ലാ ടാർഗറ്റും വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ചിലപ്പോൾ 20-25 വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ ഡയാലിസിലേക്ക് എത്തുള്ളൂ.
അപ്പോൾ ഒരു 50 വയസ്സുള്ള അയാൾ അപ്പോഴാണ് കണ്ടെത്തുന്നത് അയാളൊരു ആവറേജ് നമ്മളൊരു 70 വയസ്സ് 75 വയസ്സ് വരെ നമ്മുടെ ആളുകൾ ജീവിക്കും. അപ്പോൾ അയാളുടെ ജീവിതകാലത്തിൽ അയാൾക്ക് ഡയാലിസിന്റെ ആവശ്യം വരുന്നില്ല. അതേസമയം പിന്നെ ചില സന്ദർഭം നമ്മുടെ ഒരു 80 വയസ്സുള്ള ആളുകളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ആളുകൾ ചിലപ്പോൾ നമ്മൾ ഡയാലിസിസ് നമുക്ക് ഓഫർ ചെയ്യില്ല. ഇന്നിപ്പോ പേഷ്യന്റ് ഞാൻ രാവിലെ കണ്ടു, അയാൾക്ക് 88 വയസ്സാണ്. അപ്പോൾ അങ്ങനത്തെ 88-90 വയസ്സ് വരെ ആളുകൾക്ക് അപ്പോൾ ഞാൻ ആ ഫാമിലിയോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നോക്കും, അയാൾക്കൊരു ഡയാലിസിസ് ഉണ്ടെങ്കിൽ ആദ്യം കാത്തറ്റർ ചെയ്യും. അയാളിപ്പം ശ്വസിക്കേണ്ട വേറെ പ്രശ്നമൊന്നുമില്ല, അയാൾക്ക് അത്യാവശ്യമൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞുകൊണ്ട് അയാൾക്ക് വലിയൊരു അഡ്വാൻറ്റേജ്, അയാളുടെ ജീവിതം കൂടുതൽ ചിലപ്പോൾ ദുരിതമായിരിക്കും. കാരണം അയാൾക്ക് 3 ആഴ്ചയിൽ 3 പ്രാവശ്യം ഹോസ്പിറ്റലിൽ വരണം, അയാൾക്ക് പേടിയായിരിക്കും. കാരണം ഏജ് അപ്പോൾ മരണത്തെക്കുറിച്ച് എപ്പോഴും ആലോചിക്കും, എൻ്റെ ഓക്കെയാണോ അയാൾക്ക് അത് ടെൻഷനായിരിക്കും എപ്പോഴും. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് ഇത് ഡയാലിസിസ് തുടങ്ങിയതുകൊണ്ട് അയാളുടെ ലൈഫ് എക്സ്പെക്ടൻസി കൂടാനൊന്നും പോകുന്നില്ല. ഒരു അഡ്വാൻസ്ഡ് ഏജിലുള്ള ആളുകൾക്ക് 90 ആളുകൾ ഒരു 30-40 വയസ്സുള്ള ആൾക്ക് ഡയാലിസിസ് ചെയ്യുന്ന പോലെയല്ല 88-90 വയസ്സുള്ള ആളുകൾ. അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ടാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ സ്റ്റേജ് പ്രോഗ്രസ് നമ്മളതിൻ്റെ അർത്ഥം അതിലുണ്ടാക്കിയ ചേഞ്ചസ് നമുക്ക് മാറ്റാൻ കഴിയില്ല എന്നാണ്. അപ്പോൾ അതിലൊരു 20% കേട് വന്നു കഴിഞ്ഞാൽ ആ 20% അവിടെ തന്നെ നിൽക്കും. പക്ഷെ ആ 20 ഉള്ളത് 50 ആക്കുന്നത് നമുക്ക് തടയാൻ പറ്റും. വന്നത് നമുക്ക് മാറില്ല എന്നാണ് പറയുന്നത്, പക്ഷെ അതിന്റെ പ്രോഗ്രഷൻ നമുക്ക് തടയാൻ പറ്റും, അല്ലെങ്കിൽ സ്ലോ ആക്കാൻ പറ്റും. നിർത്താൻ പറ്റുന്ന ഒരവസ്ഥ വരും. കേൾക്കണ്ട? ഹലോ. ഡയാലിസിസ് 2 തരത്തിലുള്ളത്. ഡയാലിസിസ് ഇപ്പം ചില ആളുകൾ കാണാം, നമുക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഉടനെ ഡയാലിസിസ് ചെയ്യണം പറഞ്ഞ് ഡയാലിസിസ് ചെയ്യണം. ചില ആളുകൾ നമ്മൾ പ്ലാൻ ചെയ്ത് ഡയാലിസിസ് നടത്തുന്ന ആളുകളുണ്ട്. അപ്പോൾ ഡയാലിസിസ് 2 തരത്തിലുള്ളത്. ഒന്ന്, കിഡ്നിയിൽ കാലാകാലമായിട്ട് പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ട് വർഷങ്ങളായിട്ട് കിഡ്നിയിൽ ചേഞ്ചസ് ഉണ്ടായിട്ട് ആ ചേഞ്ചസ് കംപ്ലീറ്റ് കിഡ്നിയുടെ ഫങ്ഷൻ എല്ലാ കോശങ്ങളെയും നശിപ്പിച്ച് കിഡ്നി ഒട്ടും വർക്ക് ചെയ്യാത്തൊരവസ്ഥ വരുന്ന സമയത്ത് നമുക്ക് ഡയാലിസിസ് അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. അപ്പം നമ്മൾ എന്ത് വെച്ചാൽ അങ്ങനത്തെ ആളുകൾ ഒരു ലൈഫ് കാലം എത്ര കാലം ജീവിക്കണോ അത്ര കാലം ഒരു ഡയാലിസിസ് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ അല്ലെങ്കിൽ നമ്മൾ കിഡ്നി മാറ്റി വെക്കേണ്ടി വരും. എന്നാൽ ചില സന്ദർഭങ്ങളിൽ എന്താ പറ്റുക വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു കിഡ്നി ഭയങ്കര സെൻസിറ്റീവാണ്. ഇപ്പം നിങ്ങൾക്കൊരു ഭയങ്കര ഒരു ഇൻഫെക്ഷൻ വന്നു, അല്ലെങ്കിൽ കോവിഡായിട്ട് നിങ്ങൾ അഡ്മിറ്റ് ചെയ്തിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര സിവിയർ ന്യൂമോണിയ വന്നു, പ്രഷറൊക്കെ കുറഞ്ഞു, വെന്റിലേറ്ററിലാണ്, അല്ലെങ്കിൽ അതേപോലെ തന്നെ പ്രഷറിൻ്റെ മെഡിക്കേണ്ടി വരും, ഭയങ്കര സിവിയർ ഇൻഫെക്ഷൻ വന്നു വിചാരിച്ചാൽ ബോഡിയിൽ നടക്കുന്ന അതിനോട് കിഡ്നിയും പ്രതികരിക്കും. അതേപോലെ തന്നെ അപ്പോൾ വെച്ചാൽ കിഡ്നി അപ്പോൾ ഒരു ഉറക്കത്തിലേക്ക് പോകും. അതായത് കിഡ്നി അപ്പോൾ ഇതേപോലെ തന്നെ മൂത്രമില്ലാതാവും, ഇതേപോലെ എല്ലാ കിഡ്നി കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ആവും. അങ്ങനത്തെ സമയങ്ങളിലും നമ്മൾ ഡയാലിസിസ് ചെയ്യും. പക്ഷേ ആ ഡയാലിസിസ് അധിക സമയങ്ങളിലും നമുക്ക് കുറച്ച് സെഷൻ ചെയ്ത് നിർത്താൻ പറ്റും. അപ്പോൾ കുറച്ച് സെഷൻസ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നമ്മൾ ഇൻഫെക്ഷൻ കൺട്രോളായി, ബ്ലഡ് പ്രഷറൊക്കെ ഓക്കെ ആയി, പേഷ്യൻ്റെ കണ്ടീഷൻ ഇമ്പ്രൂവ് ആയി, കിഡ്നി അതിനനുസരിച്ച് ഇമ്പ്രൂവ് ആവും. അപ്പോൾ പിന്നെ കിഡ്നി രണ്ടാമത് മൂത്രം ഉണ്ടാക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ആ സമയത്ത് മാത്രം കുറച്ചൊന്ന് ഡയാലിസിസ് കൊണ്ട് സപ്പോർട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ 2 തരത്തിലാണ്. അപ്പോൾ ഡയാലിസിസ് എന്തിന് ചെയ്യുന്നു എന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും അത് നിർത്തണോ നിർത്തണ്ടേ എന്നുള്ളത്. അപ്പോൾ അധികം ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാകുമ്പോൾ പല്ല് ബ്ലോക്കായി പിന്നെ കിഡ്നി കുറേ നീര് കെട്ടി ഭയങ്കര ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചോദിച്ചാൽ ഉടനെ അതിൽ ഭയങ്കര പൊട്ടാസ്യം കൂടി ഭയങ്കര ആസിഡൊക്കെ നമ്മൾ ഒരു സെഷൻ ചിലപ്പം ചെയ്യും. നമ്മൾ യൂറോളജി ഡോക്ടറോട് പറയും നമുക്ക് കിഡ്നി കേട് വരാൻ കാരണം കല്ല് ബ്ലോക്ക് ആയത്, നിങ്ങൾ കല്ല് എടുത്ത് കളയുമോ അല്ലെങ്കിൽ പൊട്ടിക്കുമോ അല്ലെങ്കിൽ അവിടെ സ്റ്റെൻഡ് ഇട്ടിട്ട് പറഞ്ഞാൽ ഒരു ഉടനെ പിറ്റേ ദിവസം തന്നെ അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ക്രിയാറ്റിൻ 1000, 500, 400, 300, 200 പെട്ടെന്ന് വരും. ഇപ്പം ഇന്ന് എനിക്ക് 2 പേഷ്യൻസ് ഉണ്ട്. രണ്ടാളും ക്യാൻസർ പേഷ്യൻ്റാണ്. പിന്നെ അവർക്ക് ക്യാൻസറിലുണ്ട്, അവിടെ ബ്ലോക്ക് ആയതാണ്. അപ്പോൾ ഒരു ക്രിയാറ്റിൻ 500 160. അത് അങ്ങനത്തെ ചില സന്ദർഭങ്ങളിൽ അക്യൂട്ടായിട്ട് ഉണ്ടാകുന്നത് പെട്ടെന്ന് ഉണ്ടാകുന്ന സാധനങ്ങൾക്ക് പെട്ടെന്നുള്ള ഡയാലിസിസ് നമുക്ക് നിർത്താൻ പറ്റും. അതല്ല കാലാകാലങ്ങളായി പ്രഷർ, ഷുഗർ അതുകൊണ്ടുണ്ടാക്കിയ അല്ലെങ്കിൽ ക്രോണിക് ഗ്ലോമറുലോനെഫ്രൈറ്റിസ്, അരിറ്റയിൽ ഉണ്ടാകുന്ന ഫിൽറ്ററിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ കൊണ്ട് കാലാകാലങ്ങളായി ഉണ്ടാക്കിയ ചേഞ്ച് വന്നൊരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞ സാധനങ്ങൾ നമുക്ക് തിരിച്ച് നിർത്താൻ കഴിയില്ല. അങ്ങനത്തെ ആൾക്കാർക്ക് നിർബന്ധമായിട്ടും പിന്നെ ട്രാൻസ്പ്ലാന്റ് മാത്രമേ ഓപ്ഷൻ ഉള്ളൂ. ഏർലി സ്റ്റേജ് ഡിറ്റക്ട് ചെയ്യാനുള്ള ഏറ്റവും വലിയ ടെസ്റ്റ് യൂറിൻ ടെസ്റ്റാണ്. അപ്പോൾ നോർമലി എന്താണെന്ന് വെച്ചാൽ നോർമലി നമ്മൾ ബ്ലഡിൽ കാണാത്ത എന്തെങ്കിലും അബ്നോർമൽ സാധനങ്ങൾ നമ്മൾ യൂറിനിൽ കണ്ടാൽ അതിൻ്റെ അർത്ഥം സാധാരണ നമ്മൾ യൂറിനിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതൊന്നും കാണൂല. അത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിൽറ്ററാണ് നമ്മളെ കിഡ്നിൻ്റെ സാധനം. അപ്പോൾ കിഡ്നിയിൽ കൂടെ നമ്മൾ സാധാ അരിക്കണ പോലെ അപ്പോൾ അതിൽ ചെറിയ വലിയ കട്ടകളൊക്കെ മുകളിൽ തന്നെ നിൽക്കും. അതേസമയം നമ്മൾ അരിച്ചിയിൽ നമ്മൾ
വലിയ വലിയ കട്ടകൾ കണ്ടാൽ നമുക്ക് അരിപ്പൊക്കെ ഓട്ടുണ്ടെന്ന്. അതേപോലെ തന്നെ കിഡ്നിയിലും നമ്മൾ മൂത്രം ടെസ്റ്റ് ചെയ്യുമ്പോൾ പ്രോട്ടീനോ അല്ലെങ്കിൽ ബ്ലഡോ അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ നമ്മളപ്പോൾ സംശയിക്കണം എന്ത് പിന്നെ കിഡ്നിയുടെ ഫിൽറ്ററിൽ പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മൂത്രം ടെസ്റ്റ് ചെയ്യാൻ. അപ്പോൾ മൂത്രം ടെസ്റ്റ് നമ്മൾ ഈ ബ്ലഡ് എന്നുള്ള സാധനം നമുക്ക് കണ്ണുകൊണ്ട് ചിലപ്പോൾ കാണാൻ പറ്റില്ല. ചെറിയ RBC ഭയങ്കര ചെറുത്, നമുക്ക് കണ്ണുകൊണ്ട് കിട്ടില്ല. അതുകൊണ്ട് നമുക്ക് കണ്ണിന് കാണാൻ പറ്റുന്നത് കാണാൻ പറ്റാത്തതുകൊണ്ട്. പക്ഷേ കിഡ്നിയെ സംബന്ധിച്ചുള്ള അധികം കാണാൻ പറ്റാത്ത ബ്ലഡ് അംശങ്ങളാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ ഇപ്പോൾ ചില ആളുകൾ വെറുതെ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കണ്ടമാനം പിന്നെ ബ്ലഡ് സെൽസ് ഉണ്ടാവും. അതിൻ്റെ അടുത്ത് ഫിൽറ്ററിന് പ്രോബ്ലം ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ആളുകൾ വന്നാൽ പിന്നെ നമ്മൾ കിഡ്നി ബയോപ്സി എടുത്ത് പരിശോധിക്കണം. അതേപോലെ പ്രോട്ടീൻ, ഒരു പരിധി കൂടുതൽ പ്രോട്ടീനും മൂത്രത്തിൽ ഉണ്ടാവാൻ പാടില്ല. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അവിടെ ഫിൽറ്ററിന് പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ അത് എന്ത് അസുഖം കൊണ്ടാണ് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ എപ്പോഴും യൂറിൻ ടെസ്റ്റ് അതാണ് ഏറ്റവും ഇത് കുറേ കഴിഞ്ഞിട്ടാണ് പിന്നെ കിഡ്നിയുടെ ക്രിയാറ്റിനൊക്കെ പിന്നെ കൂടാൻ തുടങ്ങുന്നത്. അപ്പോൾ ഏഴി തുടക്കത്തിൽ എപ്പോഴും നമുക്ക് യൂറിനെ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊന്നും സിംറ്റംസ് ഒന്നും ഉണ്ടാക്കില്ല. അതുകൊണ്ടാണ് എപ്പോഴും ടെസ്റ്റ് ചെയ്യാൻ ഒരു അവസരം ഉണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ പറയുന്നത്. പറഞ്ഞു കേൾക്കാം. ഞാൻ ഡോക്ടറെ ചോദിക്കുന്നത് ഡോക്ടർ പറഞ്ഞല്ലോ ഏകദേശം 10% ആളുകൾക്ക് കിഡ്നി രോഗം ഉണ്ട്. സത്യം പറഞ്ഞാൽ 10% നമ്മുടെ നാട്ടിലൊക്കെ ഒത്തിരി ആളുകളെ കിഡ്നി പേഷ്യൻ്റായിട്ട് കാണുകയും ഡയാലിസിസ് സെന്ററിലേക്ക് കൊണ്ടുപോയി ഒരുപാട് സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരുപാട് ഈ സമൂഹത്തിൽ ഇത്രയും കിഡ്നി രോഗം വ്യാപിക്കാനുള്ള കാരണങ്ങൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമുക്ക് കിഡ്നി രോഗമൊക്കെ കേട്ടിക്കൊണ്ടില്ലേ. പക്ഷെ ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തൊരു 10 വീടെടുത്തിട്ട് അവിടെ കിഡ്നി രോഗി അല്ലെങ്കിൽ കിഡ്നി ഡയാലിസിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന രോഗി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ഈ സമൂഹം ഇത്തരത്തിൽ കിഡ്നി രോഗം എന്ന് പറഞ്ഞാൽ മറ്റുള്ള രോഗമായിരുന്നല്ലോ. ഒരുപാട് എഫേർട്ട് എടുത്ത് അതിന് കുടുംബത്തിൽ ഒരാൾക്ക് രോഗം ഉണ്ടായി കഴിഞ്ഞാൽ അതിനോടൊപ്പം തന്നെ ഒരാൾ എൻഗേജ് ആയി ജോലിക്ക് പോകാൻ പറ്റാതെ ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഈ നമുക്ക് ഈ ഡോക്ടർ പറഞ്ഞ പോലെ ഈ കിഡ്നി രോഗം വരാതെ അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന കിഡ്നി ആരോഗ്യാവസ്ഥയിലേക്ക് സമൂഹത്തിൽ എത്തിക്കാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? ഇപ്പോൾ നമ്മൾ അസുഖത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കിഡ്നി അസുഖം മാത്രമാണോ നമുക്കുള്ള? ഇപ്പോൾ പണ്ട് നമ്മൾ സമൂഹം വികസിക്കുന്നതനുസരിച്ച് നമ്മുടെ ടെക്നോളജീസ് വലുതായി, നമ്മുടെ ഡയഗ്നോസിങ് കപ്പാസിറ്റി കൂടി. പണ്ടൊരു എക്സ്റേ എടുക്കണമെങ്കിൽ ഇപ്പോൾ നമുക്ക് മഞ്ചേരി പോകേണ്ടിയിരുന്നു. ഇപ്പോൾ എനിക്ക് മമ്പാടാണെങ്കിൽ മമ്പാടം തന്നെ എടുക്കാം. അപ്പോൾ നമ്മൾ ഡയഗ്നോസ്റ്റിക് പോസിബിലിറ്റീസ് കൂടി, ഹോസ്പിറ്റലുകൾ കൂടി, അതേപോലെ തന്നെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൂടി, നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൂടി അല്ലേ. പണ്ട് കഞ്ഞിയും ചക്കക്കൂട്ടാനും മാത്രം കൂട്ടിയ സ്ഥലത്ത് നമ്മളിപ്പോൾ KFC അല്ലേ. നമ്മൾ ചെറുപ്പകാലത്ത് അല്ലേ നമ്മൾ കളിച്ച് കഴിഞ്ഞാൽ 10 മണി കഴിഞ്ഞാൽ നമുക്കതാണ് ചമ്മന്തി കഞ്ഞിയൊക്കെ. ഇപ്പോഴത്തെ നമ്മളെ കുട്ടികൾ ഒരു KFC, ടെക്സസ് ഇതൊക്കെ എത്തുന്നത്. അപ്പോൾ കാലത്തിനനുസരിച്ചിട്ട് ജീവിതശൈലി മാറി, ആരോഗ്യസ്ഥിതി മാറി. പണ്ട് നമ്മൾ എന്തൊക്കെ കളിച്ചു, നമ്മൾ ഫുട്ബോൾ എല്ലാം കളി. ഇപ്പോൾ നമ്മൾ 24 മണിക്കൂറും ലാപ്ടോപ്പിന് മുമ്പിലല്ലേ നമ്മളാരെയും കളിക്കുന്നുണ്ടോ. അപ്പോൾ ജീവിത ശൈലി മാറി, അതേപോലെ തന്നെ നമ്മളെ ഭക്ഷണ സംസ്കാരം മാറി, നമ്മളെ ലൈഫിൻ്റെ ക്വാളിറ്റി മാറി, നമ്മളെ പ്രിഫറൻസ് മാറി. അതേപോലെ തന്നെ അസുഖം കണ്ടെത്തുന്ന അളവ് കൂടി. അപ്പോൾ ആളുകളിൽ അസുഖം കൂടും, നമ്മൾ കൂടുതൽ കണ്ടെത്തും, കൂടുതൽ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. പണ്ട് മെഡിക്കൽ കോളേജിൽ മാത്രം പോയാലേ നമുക്ക് അറിയുണ്ടാവുള്ളൂ കിഡ്നി കേടുന്നതുകൊണ്ടോ ഇല്ല എന്നുള്ളത്. ഇന്നിപ്പോൾ ഫെസിലിറ്റി നിങ്ങൾ തൊട്ടപ്പുറത്തുള്ള ലാബിൽ പോയി ചെയ്താൽ കിട്ടും. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ അസുഖം നമ്മൾ കണ്ടെത്താൻ തുടങ്ങി. അപ്പോൾ ആയതുകൊണ്ട് തന്നെ അതേപോലെ തന്നെ നോക്കൂ, ഇപ്പോൾ എല്ലാ ഫാമിലിയിലും ഈ പറഞ്ഞ പോലെ റിസ്ക് ഫാക്ടറുകൾ, പ്രഷർ എല്ലാവർക്കും കൂടി. അത് നിങ്ങൾ ലൈഫ് സ്റ്റൈല് അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ ആക്റ്റീവായ ലൈഫ് സ്റ്റൈൽ ചെയ്യണമെന്ന് പറയാൻ കാരണം. നിങ്ങളെ ജീവിതശൈലി നിങ്ങൾ കൺട്രോൾ ചെയ്താൽ പ്രഷർ കുറക്കാം, ഷുഗർ ഇല്ലാതിരിക്കാം, അതുവഴി കിഡ്നി അസുഖം കുറക്കാം. കിഡ്നി അസുഖമായിട്ട് സ്പെസിഫിക് കിഡ്നി അസുഖമായിട്ട് അധികം വേറെ കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന കാരണങ്ങളുണ്ടാവും. നിങ്ങൾ അത് കൺട്രോൾ ചെയ്താൽ കിഡ്നി അസുഖം കുറയാം. അപ്പോൾ നമ്മളൊരു കാലഘട്ടത്തിൻ്റെ മാറ്റമാണ് അത്. എല്ലാ കിഡ്നി അസുഖത്തിൽ മാത്രമല്ല, ഇപ്പോൾ ക്യാൻസർ ആണെങ്കിലും മുമ്പ് എവിടെ ഇല്ലാത്ത തരത്തിൽ ക്യാൻസർ വന്നു. കാരണം പല കാരണം എൻവയോൺമെൻറ്റ് പ്രോബ്ലംസ് ഉണ്ടാവും, പുതിയ ഇൻഡസ്ട്രി വന്നു, കെമിക്കൽസ് വന്നു, ആളുകൾ എക്സ്പോസ്ഡായി, ജോലി തേടിയ ആളുകൾ അവിടെ വിരലെടുത്തി. അങ്ങനെ ഒരുപാട് സാമൂഹികപരവും സാമ്പത്തികമായും സോഷ്യലായി ഒരുപാട് കാരണങ്ങളായിട്ട് നമുക്ക് പറയാൻ പറ്റും.
പത അത് കഥ എന്ന് പറയുന്നത് മൂത്രത്തിന് പ്രോട്ടീനാണ് പതയായിട്ട് വരുന്നത്. മൂത്രത്തിൽ കൂടെ ഫിൽറ്ററിന് പ്രശ്നം ഉണ്ടായിട്ട് പ്രോട്ടീൻ ലീക്കായിട്ട് അത് മൂത്രത്തിൽ കൂടെ വരുമ്പോഴാണ് പതയായിട്ട് കാണുക. അപ്പോൾ ചില ആളുകൾ പിന്നെ പത ഉണ്ടെന്ന് പറഞ്ഞു വന്നിട്ട് നമ്മൾ പിന്നെ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ മൂത്രത്തിൽ ടെസ്റ്റ് ചെയ്തത് പ്രോട്ടീൻ ലീക്ക് ഉണ്ടോ ഇല്ലെന്ന് ആദ്യം നമ്മൾ നോക്കുക. പ്രോട്ടീൻ ഇല്ലെങ്കിൽ അത് കിഡ്നിയോടുണ്ടാക്കുന്ന പതയല്ല, അത്രയേ ഉള്ളൂ, സിമ്പിൾ. അതല്ല നിങ്ങൾക്ക് പ്രോട്ടീൻ ലീക്ക് ഉണ്ടെങ്കിൽ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് പ്രോട്ടീൻ ലീക്ക് ആവുന്നു, അതിനുള്ള കാരണം എന്താ, അതിനുള്ള റിസ്ക് എന്താ, നിങ്ങൾക്ക് പ്രഷർ കൊണ്ടാണോ ഷുഗർ കൊണ്ടാണോ അതല്ല കിഡ്നിയുടെ ഫിൽറ്ററിൻ്റെ ഉള്ളിലെ പ്രശ്നം കൊണ്ടാണോ എന്നുള്ളത് പിന്നെ നമ്മൾ നോക്കി കണ്ടുപിടിക്കണം. അപ്പം അതാണ് പ്രോട്ടീൻ ലീക്കാണ് അതിൻ്റെ അർത്ഥം അതാണ് നമ്മള് കിഡ്നി ഡൊണേഷന് ഇവിടെ സംബന്ധിച്ചോളം ഇവിടെ ഫസ്റ്റ് റിലേറ്റീവിനെ കിഡ്നി ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഖത്തറിലെ ലോ അനുസരിച്ച് നിങ്ങൾ ഫസ്റ്റ് റിലേറ്റീവ് ഇപ്പോൾ ഉമ്മ, ആങ്ങള, സിസ്റ്റർ, ഇവിടെ കൊമേഴ്സ്യൽ സാധനം ഇല്ല. അതായത് നിങ്ങൾക്ക് പൈസ കൊടുത്ത് ഇപ്പം നിങ്ങൾ രണ്ടാൾ എഗ്രിമെൻ്റ് ആയിട്ട് ഞാൻ ഓഫീഷ്യലി ഞങ്ങൾ പൈസ ഒന്നും ഇല്ലെന്ന് പറയുകയാണെങ്കിൽ പോലും ഇവിടെ ചെയ്യാൻ പറ്റില്ല. അതേസമയം നാട്ടിൽ നിയമങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആണ് നാട്ടിലെ നിയമങ്ങൾ. പൈസ കൊടുത്തതൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ നമ്മളതിന് കുറ്റം പറയാൻ കഴിയില്ല, കാരണം കുടുംബത്തിൽ ഒരാൾക്ക് കിഡ്നി കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അയാളുടെ ലൈഫിന് വേണ്ടി അയാൾ പൈസ ചിലവാക്കി വാങ്ങുന്ന ആളുകളുണ്ട്. ഖത്തറിനെ സംബന്ധിച്ചോളം ഇവിടെ നമ്മൾ ഡെഡ് ബോഡിയിൽ നിന്ന് ഇപ്പോൾ മരിച്ച ആളുകളിൽ നിന്ന് കിഡ്നി നമ്മൾ എടുക്കാറുണ്ട്. അതുപോലെ ഫാമിലി കൺസെന്റ് ആണെന്നുണ്ടെങ്കിൽ ഖത്തർ നിയമങ്ങൾ വളരെ സ്ട്രിക്റ്റുമാണ്, സ്ട്രെയിറ്റുമാണ്, ഒരു പാർഷ്യാലിറ്റി ഇല്ലാത്ത സ്ഥലമാണ്. കാരണം ഒരാൾ മരിക്കുമ്പോൾ 2 കിഡ്നിയെ കിട്ടും. അപ്പോൾ നമുക്ക് 2 ലിസ്റ്റ് ഉണ്ട്. ഒന്ന് ഖത്തറികൾക്ക് ഒരു ലിസ്റ്റ് ഉണ്ട്, നോൺ ഖത്തറികൾക്ക് ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ബംഗ്ലാദേശും ഇന്ത്യ ആണെങ്കിലും 2 കിഡ്നി കിട്ടുമ്പോൾ 1 കിഡ്നി ഒരു ഖത്തറിക്ക് കൊടുക്കും, 1 കിഡ്നി ഒരു നോൺ ഖത്തറിക്ക് കൊടുക്കും. അല്ലാതെ 2 കിഡ്നി കിട്ടുമ്പോൾ 2 ഖത്തറിക്ക് കൊടുക്കില്ല. അത്രയും പെർഫെക്റ്റ് ആണ് ഇവിടെ നിയമങ്ങൾ, അത്രയും ഈക്വൽ ആണ്, ഒരു ഡിവിഷനും ഇല്ല. മാത്രമല്ല നിങ്ങൾ ഒരു കിഡ്നി അസുഖമുള്ള ഒരാളാണ് വിചാരിക്കുക, ഖത്തർ ഐ ഡി ഉള്ള ഒരാളാണെന്ന് ഇവിടെ വിചാരിക്കുക, അയാളെ ഭാര്യ അല്ലെങ്കിൽ മകന് 18 വയസ്സ് കഴിഞ്ഞൊരു മകന് കിഡ്നി കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ നമ്മൾ അയാളോട് പറയുമ്പോൾ നാട്ടിൽ നിന്ന് ടെസ്റ്റ് ചെയ്യുമെന്ന് പറയും. ഇയാളെ ടെസ്റ്റ് ഇവിടുന്ന് ചെയ്യും. എന്നിട്ട് ആ 2 ടെസ്റ്റ് മാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഖത്തർ നാഷണൽ പോളിസി അനുസരിച്ച് അയാൾക്കുള്ള വിസയും അയാൾക്കുള്ള ടിക്കറ്റും അയാൾക്ക് ഇവിടെ താമസിക്കാനുള്ള സൗകര്യവും ഇവിടുന്ന് ഹോസ്പിറ്റലിലെ ഓപ്പറേഷനും എല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കും. അപ്പോൾ അങ്ങനെ എത്രയോ മലയാളികൾ, എത്രയൊന്നുമില്ല, 2-3 മലയാളികൾ അങ്ങനെ നാട്ടിൽ നിന്ന് വന്ന് ഇവിടുന്ന് ചെയ്തു പോയവരുണ്ട്. പക്ഷെ ഒറ്റ കണ്ടീഷനുള്ള ഖത്തർ ഐ ഡി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു ആവറേജ്, പക്ഷേ അത് ഡോണർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നടക്കും. ഡോണർ ഇല്ലെങ്കിൽ നമ്മളൊരു ആവറേജ് നമ്മുടെ ലിസ്റ്റിലെ കാലാവധി ഏകദേശം 6-7 വർഷമാണ്. അതായത് കിഡ്നി നമ്മൾ എല്ലാ ടെസ്റ്റും കഴിഞ്ഞ് ഫിറ്റായിട്ട് അയാൾക്ക് അടുത്തൊരു കിഡ്നി കിട്ടാനുള്ള ഒരു സമയം 7 വർഷമാണ്. അതേസമയം നമുക്ക് ഡോണർ ഉണ്ടെങ്കിൽ വേഗം തന്നെ കിട്ടും. പറ്റും. നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് മാച്ച് ചെയ്തിട്ട് നോക്കണം. ഓക്കെ, നിർത്തല്ല. അപ്പം എന്താ അടുത്ത ഇനി ക്വസ്റ്റ്യൻ എടുക്കുന്നില്ല, എന്തെങ്കിലും ലാസ്റ്റ് നമുക്ക് പറയാം. പക്ഷേ നമുക്ക് അടുത്ത സെഷനിലേക്ക് നീങ്ങാം, ഓൾറെഡി ലേറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഡയറക്റ്റ് ടോപ്പിക്കിലോട്ട് കടക്കുകയാണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് തുടങ്ങാം. ഓക്കെ, ഒരു മിസ്റ്റർ ഏതെങ്കിലും പേര് വിചാരിച്ചാൽ മതി. മെയില് പിന്നെ 55 വയസ്സുള്ള ആൾ, ഷുഗറുണ്ട്, പ്രഷറുണ്ട്, മെഡിസിൻ നിർത്തി 3 മാസം മുമ്പ്. ഓക്കെ, പുള്ളിക്കാരുടെ ഇപ്പോഴത്തെ BP ഷുഗറൊക്കെയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ചോദ്യം എന്താ വെച്ചാൽ എത്ര റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് ഇപ്പോൾ അയാൾക്ക് ഒരു ഹാർട്ട് അറ്റാക്ക്, ഒരു കാർഡിയാക് ഇവൻറ്റ് വരാനുള്ള. ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു പേഷ്യൻറ്റിനെ കാണുമ്പോൾ നമുക്ക് എത്ര റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് എന്നുള്ള നമുക്ക് പറയാൻ പറ്റും. അത് ആ റിസ്ക് ഫാക്ടേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇത് ലാസ്റ്റിലോട്ട് തിരിച്ചു വരും. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടുവച്ചാൽ മതി നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്. അത് ആ പേഷ്യൻ്റ് മെഡിസിൻ എടുത്ത് തുടങ്ങിയപ്പോൾ അയാളുടെ BP, അയാളുടെ ഷുഗർ, ക്രിയാറ്റിനിൻ ഇതൊക്കെയാണ്. വേറൊരു പേഷ്യൻ്റ് ഷുഗറുണ്ട്, മെഡിസിൻ കഴിക്കുന്നുണ്ട്, കൺട്രോൾഡ് ആണ്, അയാളുടെ റിസ്ക് ഫാക്ടേഴ്സ്, ഒരു ഹാർട്ട് അറ്റാക്ക് വരാനുള്ള റിസ്ക് ഫാക്ടേഴ്സ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. അടുത്ത പേഷ്യൻ്റ് ഷുഗറുണ്ട്, ഇത് ഒരു ഫീമെയിൽ പേഷ്യൻ്റാണ്, അവരുടെ ഷുഗറുണ്ട്, ലേഡിക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് വരാൻ എത്രത്തോളം ചാൻസ് ഉണ്ട്. പിന്നെ
വേറൊരു പേഷ്യൻറ്റ് 45 വയസ്സ്, ഷുഗറൊന്നുമില്ല. പക്ഷേ ഫാദർ നേരത്തെ മരിച്ചുപോയി. പിന്നെ ബ്രദറും ഹാർട്ട് അറ്റാക്ക് വന്നിരുന്നു. അയാൾക്ക് എത്ര റിസ്ക് ഫാക്ടർ ഉണ്ട്, എത്രത്തോളം അയാൾ റിസ്കിലാണെന്നുള്ളത്. അതുപോലെ വേറൊരു പേഷ്യൻറ്റ് പിന്നെ 35 വയസ്സാണ്, പിന്നെ സെഡൻറ്ററി ലൈഫാണ്, എക്സസൈസ് ഒന്നുമില്ല, ഒറ്റക താമസം, ഫാസ്റ്റ് ഫുഡാണ് കഴിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അയാൾക്ക് എത്ര റിസ്ക് ഫാക്ടർ ഉണ്ട് എന്നുള്ളത്. അപ്പം നമ്മൾ ഇതുപോലെയുള്ള പിന്നെ കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് അവസാനം നിങ്ങൾ എന്നോട് പറയണം, ഈ രണ്ടാമത് ഈ സ്ലൈഡിൽ എത്തുമ്പോൾ ഇയാൾക്ക് എത്ര റിസ്ക് ഫാക്ടർ ഉണ്ട്. അപ്പോൾ ടോപ്പിക് കാർഡിയോവാസ്കുലർ ഡിസീസ് റിസ്ക് ഫാക്ടേഴ്സ്. കാർഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, ഹാർട്ട്, കാർഡിയോളജിസ്റ്റ് എന്ന് പറയില്ല. അപ്പോൾ ഹാർട്ടിന്റെ അസുഖം. പിന്നെ വാസ്കുലർ എന്ന് പറഞ്ഞാൽ രക്തക്കുഴൽ, വലിയ രക്തക്കുഴലുകൾ മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ ഈ ഹാർട്ടിനോടനുബന്ധിച്ച് ശരീരത്തിലുള്ള മറ്റുള്ള രക്തക്കുഴലുകളെ ബാധിക്കുന്ന അസുഖങ്ങളുടെ റിസ്ക് ഫാക്ടറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, അത് ഒരു ചാൻസ്. കാർഡിയോവാസ്കുലർ ഡിസീസിൽ മെയിനായിട്ട് പിന്നെ നമ്മൾ കാണുന്നതാണ് ഹാർട്ട് അറ്റാക്ക്, പിന്നെ കാണുന്നതാണ് സ്ട്രോക്ക്, പിന്നെ കാണുന്നതാണ് പെരിഫറൽ ആർട്ടറി ഡിസീസ്. അതായത് നമ്മൾ കാലിലോട്ടോ മറ്റുള്ള ഭാഗത്തോട്ടുള്ള രക്തക്കുഴല് ബ്ലോക്ക് ആയി പോകുന്നു. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഡേഞ്ചർ ആയിട്ടുള്ള സംഭവമാണ് ഹാർട്ട്. നിന്ന് പോയാൽ ഇപ്പോൾ ഷെഫീഖ് ഡോക്ടർ പറഞ്ഞു ഡയാലിസിസ്, കിഡ്നി ഫെയിലിയർ ഡയാലിസിസ് ചെയ്യുന്നു. ഹാർട്ട് നിന്ന് പോയാൽ നമുക്കൊരു മെഷീനിലോട്ട് മാറ്റാൻ ഇല്ല. അപ്പോൾ അതിൻ്റെ സീരിയസ്നെസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ബ്രെയിൻ ആണെങ്കിൽ തന്നെ ബ്രെയിൻ നിന്ന് പോയാൽ അത് തൽക്കാലത്തേക്ക് ഒരു മെഷീനിലോട്ട് മാറ്റി ആ ജീവിതം നിലനിർത്താൻ സാധിക്കില്ല. അപ്പോൾ ഒരു 50%, ഇപ്പോൾ ഷെഫീഖ് ഡോക്ടർ പറഞ്ഞു ഒരു വേൾഡിലെ പോപ്പുലേഷനിൽ 10% ആളുകൾക്ക് ഒരു കിഡ്നി അസുഖം ഉണ്ടെന്ന്. എന്നാൽ കാർഡിയോവാസ്കുലർ ഹാർട്ടും അത് സംബന്ധമായിട്ടുള്ള അസുഖം 50%. ലോകത്ത് പോപ്പുലേഷനിൽ എല്ലാ ഏജ് ഗ്രൂപ്പ് എടുത്ത് നോക്കുമ്പോൾ ഒരു പ്രിവിലൻസ് എന്ന് പറയും. ഇപ്പോൾ ഈ മൊമെന്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 50% സാധ്യതയില്ല, ഉണ്ട്. അത് ഹാർട്ട് അറ്റാക്ക് ആവുന്നില്ല, ഒന്നുകിൽ സ്ട്രോക്ക് ആവാം, അല്ലെങ്കിൽ കാലിലോട്ടുള്ള രക്തക്കുഴൽ ബ്ലോക്ക് ആവാം, അല്ലെങ്കിൽ വെറും നെഞ്ചുവേദന വന്ന് ഇത് അറ്റാക്ക് ആയിട്ടില്ല. അങ്ങനെ എല്ലാം കൂടി ഉള്ള തുകയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ രക്തക്കുഴൽ? ഇപ്പോൾ ഇതിപ്പോൾ ഹാർട്ടിലേക്കുള്ള ഒരു മെയിൻ രക്തക്കുഴൽ, ഇതിപ്പോൾ മെയിൻ രക്തക്കുഴലാണ്. ഇപ്പൊ ഞാൻ പറയാം, ഈ ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം? ഞാൻ ചിലർക്ക് അറിയുണ്ടാവും, ഞാൻ ഒന്നുകൂടെ പറയാം. ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രക്തത്തിന്റെ മസിലുകൾ, ഇതിപ്പോ നമ്മുടെ ഹാർട്ട് ഒരാളുടെ ഏകദേശം നമ്മളിങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിസ്റ്റില്ല, അതിന്റെ ഏകദേശം വലുപ്പത്തിലുള്ള ഒരു അവയവമാണ് ഹാർട്ട്. അപ്പൊ ആ ഹാർട്ടിന്റെ മസിലോട്ടുള്ള സപ്ലൈകളാണിത്. റൈറ്റ് കൊറോണറി, ലെഫ്റ്റ് കൊറോണറി, ലെഫ്റ്റ് മാർജിനൽ, റൈറ്റ്, അങ്ങനെ ഇതിന്റെ മെയിൻ ഓരോ ആർട്ടറിക്ക് ഓരോ പേരുണ്ട്. അപ്പൊ അതാണ് ഇപ്പോൾ പറഞ്ഞത്, ഒരു ബ്ലോക്ക് ഇവിടെ ഉണ്ട്, അപ്പൊ ഇവിടെ ഒരു സ്റ്റെൻഡ് ഇട്ട്, ഇവിടെ ഒരു സ്റ്റെൻഡ് ഇട്ട്, അങ്ങനെ പറയുന്നത്. അപ്പൊ ഈ ഹാർട്ടിലോട്ടുള്ള പമ്പ് സപ്ലൈ ഏതെങ്കിലും നിന്ന് പോയി കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള മസില് ഡെപ്ത് ആവും. അതാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ സ്റ്റാർട്ടിങ്ങിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാണ് ഈ കൊറോണറി ആർട്ടറി എന്ന് പറഞ്ഞാൽ ഈ പിന്നെ ഹാർട്ടിന്റെ മസിലിനെ സപ്ലൈ ചെയ്യുന്ന ആർട്ടറിക്കാണ്, രക്തക്കുഴലിനാണ് കൊറോണറി ആർട്ടറി എന്ന് പറയുന്നത്. ഈ കൊറോണറി ആർട്ടറിയിൽ കണ്ട ആദ്യമായിട്ട് തുടങ്ങി വെക്കുന്നത് ഒരു ബ്ലോക്ക്, ചെറിയൊരു ബ്ലോക്ക് തുടങ്ങി വെക്കുന്നത്. ഇത് വളരെ ചെറുപ്പത്തിൽ തുടങ്ങും. ഇതിന്റെ സ്റ്റാർട്ട് ചെയ്യുന്ന ബേസ് എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോളാണ്. ഈ കൊളസ്ട്രോള് അടിഞ്ഞ് പിന്നെ അതിലോട്ട് മാക്രോഫേജ് എന്ന് പറഞ്ഞാൽ വേറെ വന്നു, പിന്നെ ഫോം സെൽസ് വന്നു, പിന്നെ കാൽഷ്യം കൂടി ചേർന്നു, ഇതെല്ലാം ചേർന്ന് പാതി രണ്ടാമത്തെ അഞ്ചൈന അവിടെ എത്തുമ്പോൾ കണ്ട അതിന്റെ ഡയമീറ്റർ കുറഞ്ഞു, രക്തം സപ്ലൈ കുറഞ്ഞു പോയി. അപ്പോൾ പിന്നെ ആള് കുറച്ച് നടക്കാനൊക്കെ തുടങ്ങുമ്പോൾ ഹാർട്ടിന്റെ ഡിമാൻഡ്, ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ നടക്കുമ്പോഴൊക്കെയാണ് ഡിമാൻഡ് വരുന്നത്, കൂടുതൽ പിന്നെ ബ്ലഡിൽ വരുന്ന ഓക്സിജൻ്റെ ഒക്കെ ആവശ്യം വരുന്നത്. അപ്പോൾ ആവശ്യത്തിന് കിട്ടാതെ വരുമ്പോൾ എന്ത് ചെയ്യും, പെയിനാണ്. പെയിനാണ് അഞ്ചൈന എന്ന് പറയുന്നത്. പിന്നെ ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലാസ്റ്റ് ഇതാണ്. ഈ പിന്നെ ഇതേപോലെ നാരോ ആയിട്ട് കിടക്കുന്ന രക്തക്കുഴലിൽ ഒരു സുപ്രഭാതത്തിൽ എന്ത് ചെയ്യും, ഇവിടെ ചെറിയൊരു ബ്രേക്ക് വരും. ഈ മൂന്നാമത്തെ കണ്ട ഹാർട്ട് അറ്റാക്കിൻ്റെ ഇവിടെ ഒരു ബ്രേക്ക് വരും. ഈ പൾസർ കാണുന്നുണ്ടോ? ഉണ്ട്. അപ്പൊ അവിടെ
ചെറിയ ബ്രേക്ക് വരും. ആ ബ്രേക്ക് വരുന്നതോടുകൂടി നമ്മുടെ ശരീരത്തിന് ഒരു ഇതുണ്ട്. ഇപ്പം നമ്മളൊരു മുറിവായി കഴിഞ്ഞാൽ ആ മുറിവ് പിന്നെ ബ്ലീഡിങ് നിൽക്കാൻ വേണ്ടി നമ്മുടെ ബോഡി പ്രൊട്ടക്ഷൻ ഉണ്ട്. അവിടെ ക്ലോട്ട് ഫോം ചെയ്യാന്നുള്ളത് അതൊരു ഒരു ഒരു പ്രൊട്ടക്ഷനാണ്, കാരണം ഫർദർ ബ്ലീഡ് വരാതിരിക്കാൻ. പക്ഷെ ആ സെയിം മെക്കാനിസം ഇവിടെ വർക്ക് ചെയ്യും. അവിടെ പൊട്ട് വരുമ്പോൾ അവിടെ പിന്നെ ബോഡി വിചാരിക്കും അതൊരു രക്തക്കൊഴൽ പൊട്ടിയില്ല, അവിടെ പിന്നെ ഇനി അധികം പിന്നെ രക്തക്കൊഴൽ ബ്ലീഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അവിടെ ഒരു ക്ലോട്ട് ഫോം ചെയ്യും. ആ ക്ലോട്ട് ഫോം ചെയ്യുന്നതോടുകൂടി ടോട്ടൽ 100% സപ്ലൈ ആ മസിലില് ആ മുമ്പോട്ടുള്ള സപ്ലൈ നിന്നുപോയി. ആ ഒരു സമയമാണ് ഹാർട്ട് അറ്റാക്ക്. ഇതിനാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. അതായത് ടോട്ടൽ ഒരു ഈ പ്ലാക്ക് എന്ന് പറയുന്നത് ഈ കട്ടിക്ക്, ഈ കട്ടി ഇവിടെ പ്ലാക്ക് റപ്ചർ ചെയ്ത് ആ പിന്നെ ത്രോംബ് ഫോം ചെയ്യുന്ന അതിനാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. മനസ്സിലായല്ല? ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ അവിടെ റപ്ചർ ചെയ്ത് ത്രോംബ് ഫോം ചെയ്ത് ടോട്ടൽ ബ്ലോക്ക് ആ ഭാഗത്തോട്ടുള്ള സപ്ലൈ കംപ്ലീറ്റ് നിന്നുപോയി. അപ്പോൾ ഈ ഇതിൽ കാണാം. ഇപ്പോൾ ഈ ഒരു ആർട്ടറിയാണ്, ഈ ആർട്ടറി ഇവിടെ ഉണ്ടാകും, ഇവിടെ വെച്ച് അത് ബ്ലോക്കായി. അപ്പോൾ ആ ഭാഗത്തുള്ള മസിലുണ്ട്, സപ്ലൈ ചെയ്ത മസില് അത് ഡെപ്തായി. ആ ഭാഗം മസില് ഇപ്പോൾ ഒരു ഹാർട്ടിൻ്റെ മസില് ഒരു 60 മിനിറ്റൊക്കെ മാക്സിമം നിൽക്കുള്ളൂ സപ്ലൈ ഇല്ലാതെ. അപ്പോൾ നമ്മൾ അതാണ് പറഞ്ഞത് ഗോൾഡൻ ടൈം എന്ന്. ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലെത്തി ആ ബ്ലോക്ക് നീക്കി കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം ഹാർട്ട് മസിൽ ഡാമേജ് തടയാൻ പറ്റും, അത്രത്തോളം ഹാർട്ടിനെ നമുക്ക് രക്ഷിക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഗോൾഡൻ ടൈം. ഡിലേ വരുത്താതെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ള അതിൻ്റെ ഐഡിയ ഇതാണ്, അതിൻ്റെ പൊരുൾ. അപ്പോൾ ഈ ഒരു സംഭവം ഇത് ഏത് ഹാർട്ടിലേക്കും വരാം. ഒരാ ഇതിൽ വരാം, 2 എണ്ണത്തിൽ വരാം. അതാണ് 1 ബ്ലോക്ക് 2 ബ്ലോക്ക് 3 ബ്ലോക്ക് എന്നൊക്കെ പറയുന്നത്. ഒരുപാട് ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നെ കാഠിന്യം അപ്പോൾ അറിയാം. ഒരുപാട് മസിലുകൾ ഡെത്തായി കഴിഞ്ഞാൽ അത് വളരെ ഒരു കോംപ്ലിക്കേറ്റഡ് സഡൻ ഡെത്തിലോട്ട് ഇത് ചെന്നെത്തും. ഇത് വേറൊരു ബ്ലോക്കാണ് ഇവിടെ. അപ്പോൾ ഒരു ഓക്കെ, ഈ ഒരു മസിൽ ഇപ്പോൾ ഈ ഒരു സംഭവം ഇവിടെ ഈ മസിൽ ഡെത്തായതുകൊണ്ട് എന്താ കുഴപ്പമുണ്ടാവുക? ആ ഭാഗത്തുള്ള മസില് പിന്നെ രക്തം പമ്പ് ചെയ്യാൻ ഇത് കൺട്രാക്ഷൻ ഉണ്ട്. ആ സമയത്ത് അവിടെ പമ്പ് ചെയ്യാൻ ആ ഭാഗമില്ല. അപ്പോൾ ഓക്കെ, പമ്പിങ് കുറഞ്ഞു. അതിൻ്റെ അപ്പുറം സംഭവിക്കാൻ പോകുന്ന ഒരു സംഭവം എന്താ വെച്ചാൽ ഈ ഹാർട്ടിൻ്റെ പിന്നെ ഇത് കൺട്രാക്ഷന് വേണ്ടിയിട്ടുള്ള പിന്നെ സപ്ലൈ കറണ്ട് വരുന്നത് ഈ ഒരു നോഡിൽ നിന്നാണ്. ഈ ഒരു നോഡിൽ നിന്നാണ് ബാക്കി ഈ കണ്ട ഈ ആര വെച്ചിട്ട് ബാക്കിയുള്ള മസിലിലോട്ടൊക്കെ കറണ്ട് പാസ് ചെയ്യുന്നത്. ഈ കറണ്ട് പാസ് ചെയ്യുന്നതോട് കൂടിയിട്ടാണ് ഹാർട്ടിൻ്റെ കൺട്രാക്ഷൻ നടക്കുന്നത്. അപ്പം ഇതിൻ്റെ ഒരു താളമാണ്. ആദ്യം മുകളിലത്തെ ചേമ്പറിൽ ഇതായി കൺട്രാക്ട് ആയി, അപ്പോൾ അത് പിരിഞ്ഞു ബ്ലഡ് താഴത്തെ ചേമ്പറിലോട്ട് എത്തി. താഴത്തെ ചേമ്പറിൽ ഇപ്പോൾ ഇത് കണ്ടാകുമ്പോൾ ഇത് കണ്ട് പ്രസ് ചെയ്യണം. അങ്ങനെ ഒരു താളത്തിനനുസരിച്ചാണ് ഹാർട്ട് പിടിക്കുന്നത്. അപ്പോൾ ആദ്യം മുകളിലുള്ള ബ്ലഡ് പിരിഞ്ഞ് താഴോട്ട് കൊടുത്തു, താഴത്തെ ഇത് പിന്നെ ഞെങ്ങുമ്പോൾ ഹോട്ടലിലോട്ട് സപ്ലൈ അങ്ങനെ ബോഡിയിലോട്ട് എത്തുന്നു. ഇതിലെന്താണെന്ന് വെച്ചാൽ ഈ ഇതിൽ കാണുന്ന വെച്ചാൽ ഈ ഏതെങ്കിലും ഒരു മസിൽ ഡെത്തായി കഴിഞ്ഞാൽ ഈ സപ്ലൈ കിടന്നിട്ട് കറണ്ടിൻ്റെ സപ്ലൈ പിന്നെ ഒരു താളത്തിനായിരിക്കില്ല കിടന്ന് പിന്നെ ഈ ഒരു തുള്ളിക്കാട് അത് സപ്ലൈ പിന്നെ അതിനുള്ള ഡിസ്ട്രപ്ഷൻ വന്നു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടില്ല. ആ സംഭവം വരുമ്പോൾ എന്ത് ചെയ്യും? അത് മറ്റേത് മസിലെ ഡെത്ത് ചെയ്യുന്നത് ടോട്ടൽ ഹാർട്ട് ബീറ്റ് നിന്ന് പോകും. മനസ്സിലായി? അതാണ് സഡൻ കാർഡിയാക് അറ്റാക്ക്. ടോട്ടൽ ഹാർട്ട് നിന്ന് പോകുന്ന ഒരവസ്ഥയാണ്. അത് ആർട്ടറിയൽ ഫൈബ്രിലേഷൻ എന്ന് പറയും. അത് ഫൈബ്രിലേഷൻ എന്ന് പറഞ്ഞാൽ കിടന്നിങ്ങനെ തുടിക്കുകയാണ് ഹാർട്ട്, പിന്നെ പമ്പ് ചെയ്യില്ല. ആ സമയത്താണ് നമ്മൾ ആ സമയം ആള് അബോധാവസ്ഥയിലോട്ട് പോകും. നമ്മൾ ഇവിടെയാണ് നമ്മൾ CPRന്റെ ഇത് എടുക്കുന്നത്. ഈ ഒരു സമയത്ത് നമ്മൾ ആരെങ്കിലും ആള് നമ്മുടെ മുന്നിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് CPR കൊടുത്ത് ആളെ മറ്റുള്ള ബ്രെയിൻ ഡെത്താവാതെയും ഇതാവാതെ ചെസ്റ്റ് കംപ്രഷൻ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത് അത് വേറൊരു ടോപ്പിക് തന്നെയാണ്. അത് ഡീറ്റെയിൽ ആയിട്ട് CPRന്റെ ക്ലാസ് എല്ലാവരും അറ്റൻഡ് ചെയ്യണം. അത് ബേസിക് ലൈഫ് സപ്പോർട്ട് അത് ഒരു എത്രയും നേരത്തെ സ്റ്റാർട്ട് ചെയ്താൽ അത്രയും പെട്ടെന്ന് ചാൻസ് കൂടുതലാണ് സർവൈവൽ. അപ്പോൾ ഈ സൈഡിൽ ഇതിവിടെ കാണുന്നുണ്ടോ? ഒരു ഏരിയ നിൽക്കുന്ന കാണുന്നുണ്ടോ? ഇതാ. അപ്പോൾ ഈ പിന്നെ എത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഒരു പിന്നെ ഏരിയ എവിടെയും കിട്ടിക്കഴിഞ്ഞു അപ്പോൾ ഉദാഹരണങ്ങൾ ഒരാൾ വീണ് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം? ആംബുലൻസിനെ ഇൻഫോം ചെയ്യണം.
അപ്പോൾ ആ ആംബുലൻസ് അവരുടെ AED ഉണ്ട്. ആ AED തന്നെ ഹാർട്ടിനെ ഷോക്ക് അടിപ്പിക്കുന്ന സാധനം. അത് നിന്നുപോയ ഹാർട്ടിനെ ഒന്ന് റീസെറ്റ് ചെയ്യുന്ന സാധനമാണ്. ഈ AED മെഷീൻ വെച്ചിട്ടാണ് അത് ഷോക്ക് അടിപ്പിക്കുന്നത്. ഇത് പെട്ടെന്ന് ആ സമയത്ത് സ്പോട്ടിൽ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഷോക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ സർവൈവൽ റേറ്റ് കൂടുതലാണ്. അത് തന്നെ ഹാർട്ട് നിന്ന് പോയി ഒരു 5-10 മിനിറ്റിനുള്ളിൽ ചെയ്താൽ അത്രയും എഫക്റ്റീവ്. പിന്നെ അടുത്തതാണ് സ്ട്രോക്ക്. സെയിം പിന്നെ ഇവിടെ ഏതെങ്കിലും ഈ ഒരു സർക്കിൾ ഉണ്ട്, അവിടെയുള്ള രക്തത്തിൻ്റെ ഉള്ളിലുള്ള പ്ലാക്ക്, ഇതാണ് ഈ സാധനമാണ് പ്ലാക്ക്. പിന്നെ ഫ്രാക്ചർ ചെയ്ത് അവിടുന്നുള്ള ത്രോംബസ് ആ സാധനം ഡിസ്ലോഡ് ചെയ്ത് ഇവിടെ ബ്രെയിനിലെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ പോയിട്ടുള്ള അവിടെ നിൽക്കും. അപ്പോൾ ആ ഭാഗത്തേക്കുള്ള സപ്ലൈ അങ്ങ് നിന്ന് പോകും. അപ്പോൾ അതിനാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. മറ്റേത് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു, ഇത് ബ്രെയിൻ അറ്റാക്ക്. ബ്രെയിൻ അറ്റാക്കിന് വേറെ പേരാണ് സ്ട്രോക്ക്. സ്ട്രോക്ക് അത് ഏതെങ്കിലും ഒരു ഭാഗം രക്ത സപ്ലൈ ആയിട്ട് നിന്നു, ആ ഭാഗം കൊണ്ട് കറുത്തിരിക്കുന്നത് അത് ഡെത്തായി, ആ സെല്ല് ഡെത്തായി. അതാണ് പറഞ്ഞത് ടൈം. ഇവിടെ ടൈം കൺട്രോൾ ചെയ്യുന്നത്. ആ എത്രയും പെട്ടെന്ന് സ്ട്രോക്ക് വന്ന ആളെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തി ആ പിന്നെ ബ്ലോക്ക് നീക്കാൻ പറ്റിയ അത്രയും ആ ഭാഗത്തുള്ള ബ്രെയിന് ഡെത്ത് നമുക്ക് പ്രിസർവ് ചെയ്യാൻ കഴിയും. അവിടെയാണ് നമ്മൾ ടൈം ബൈ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ സ്ട്രോക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞ, അപ്പോൾ ഹാർട്ട് അറ്റാക്ക് നമുക്കറിയാം, അത് പിന്നെ ആൾ ബോധം കെട്ട് വീഴും. ഇത് ബോധം പോവില്ല, ആൾക്ക് ബോധം ഉണ്ടാവും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു സ്ട്രോക്ക് എന്ന ആൾ ആദ്യം ചെയ്യും മുഖം കോടും. അതാണ് ഫേസ് ഡ്രോപ്പിംഗ്. ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ഒരു അബ്രിവേഷനാണ്. ഫേസ് ഡ്രോപ്പിംഗ്, കയ്യോ കാലോ തളരുക, പിന്നെ സംസാരിക്കാൻ പറ്റാതെ സ്ലറിങ് ഓഫ് സ്പീച്ച്. ഇത് മൂന്നും കണ്ടു കഴിഞ്ഞാൽ അടുത്തത് ടൈം ടു കോൾ. ഫേഷ്യൽ ഡ്രൂപ്പിംഗ്, അതെ, മുഖം കൂടുക. പിന്നെ ആം വീക്ക്നെസ്. അപ്പോൾ മുഖം കൂടുക, കൈ ഇതായി സംസാരിക്കാൻ ബുദ്ധിമുട്ട്. പിന്നെ അതിൻ്റെ അടുത്ത ഇത് വെച്ചാൽ പിന്നെ മെയിൻ 2 അവയവങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ഇപ്പോൾ കാലിലോട്ടുള്ള രക്തക്കുഴലിൽ ബ്ലോക്ക് അത് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ പ്ലാക്ക് ഫ്രാക്ചറായി ഈ ചോപ്പ് കാണുന്നതാണ് ബ്ലഡ് കോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് പിന്നെ മുന്നോട്ട് സപ്ലൈ ഇല്ല. അങ്ങനെ വരുമ്പോഴാണ് കാലിൽ സപ്ലൈ പോകുമ്പോൾ അവിടെയുള്ള സെല്ല് ഡെത്തായി, പിന്നെ കറുപ്പ് വന്നു, പിന്നെ ഗാംഗ്രീനായി, പിന്നെയാണ് കാല് മുറിക്കുന്ന ഇതിലോട്ട് എത്തുന്നത്. ഇവിടെയും തന്നെ എത്രയും നേരത്തെ കണ്ട് ബ്ലോക്ക് നീക്കിക്കഴിഞ്ഞാൽ കാല് നമുക്ക് റിസർവ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് വരുന്നത് പിന്നെ ഇത് ഈ സംഭവം എവിടെ ആണെങ്കിലും വരാം, ശരീരത്തിൽ ലിംഗത്തിൽ വരാം. ഇപ്പോൾ എറക്ടൈൽ ഡിസ്ഫങ്ഷന് ഒരു കാരണമാണ്. പിന്നെ അത് നമുക്ക് പറയാൻ പറ്റില്ല, ഏത് അവയവങ്ങളിലും വേണമെങ്കിലും എത്താം. അപ്പോൾ നമ്മൾ ടോപ്പിക്കിലോട്ട് വരികയാണ്. ഇതിനൊക്കെ പിന്നെ വരുന്ന റിസ്ക് ഫാക്ടേഴ്സ്, ഇതിന് സംഭവിക്കാൻ വരുന്ന വെറുതെ ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരു ഹാർട്ട് അറ്റാക്കോ ബ്രെയിൻ സ്ട്രോക്കോ ഒന്നും വരില്ല. അത് ഒരു കാര്യമുണ്ട്. ഇതിനുള്ള റിസ്ക് ഫാക്ടേഴ്സ് എത്ര 1 ആണോ 2 ആണോ 3 ആണോ ഇതെല്ലാം കൂടി ഒന്നിച്ച് കൂടുമ്പോഴാണ് ഇങ്ങനൊരു അസുഖത്തിലോട്ട് വരുള്ളൂ. അപ്പോൾ അതിനെ മൊത്തത്തിൽ ബൈ റിസർച്ച് വെച്ചാൽ ഇത്ര ഇപ്പം കഴിഞ്ഞു പോയ മരണങ്ങളിൽ വെച്ച് അതിൻ്റെ ഇത് വെച്ച് നോക്കുമ്പോൾ ഈ ഹാർട്ട് അറ്റാക്ക് വന്നവരിൽ എത്ര റിസ്ക് ഫാക്ടർ ഉണ്ടായിരുന്നു, ഇതെല്ലാം കൂടിയുള്ളൊരു അവലോകനം ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു പിന്നെ കാറ്റഗറൈസ് ചെയ്ത് ഇതിനെ വെച്ചിരിക്കുന്നത്. അതിൻ്റെ മെയിൻ കാറ്റഗറി എന്ന് പറഞ്ഞാൽ മോഡിഫയബിളും നോൺ മോഡിഫയബിളും. നോൺ മോഡിഫൈഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ ഇല്ല. മോഡിഫയബിൾ എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ കയ്യിലാണ്. അപ്പോൾ ഇതിൽ ഈ നോൺ മോഡിഫയബിളിൽ വരുന്നതാണ് നമ്മൾ പാരമ്പര്യം, ജെൻഡർ. ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു റിസ്ക് ഫാക്ടറാണ്. പെണ്ണുങ്ങൾക്ക് 65 വയസ്സ് വരെ പ്രൊട്ടക്ഷൻ ഏകദേശം ഉണ്ട്. അതായത് 65 അല്ല, മെനപ്പോസ് വരെ അവർക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്. അവർ അതിലൊരു ഭാഗ്യവതികളാണ്. പക്ഷെ പിന്നെ ആൺവർഗം ഒരു റിസ്ക്കുള്ള. പിന്നെ വയസ്സ് നമുക്ക് നിർത്താൻ പറ്റില്ലല്ലോ, നമ്മുടെ കയ്യിലല്ല. വയസ്സ് കൂടാ പറഞ്ഞാൽ പിന്നെ അത് ഒരു റിസ്ക്കാണ്, ഹാർട്ട് അറ്റാക്കിനുള്ള റിസ്ക്കാണ്. പിന്നെ മോഡിഫയബിൾ റിസ്ക്, അത് നമ്മുടെ കയ്യിലാണ്. അപ്പോൾ ഈ നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടർ ഒരു ഹാർട്ട് അറ്റാക്കിന് 10% ഉള്ളൂ. ഓക്കെ, നമുക്ക് ചെയ്യാൻ പറ്റും. ബാക്കി 90% നമുക്ക് നമ്മുടെ കൺട്രോളിലാണ്. ഒരു പരിധി വരെ ഒന്നുകിൽ വരാതെ നോക്കാം, അതല്ലെങ്കിൽ അതിനൊന്ന് ഡിലേ ചെയ്യാനെങ്കിലും പറ്റും നമ്മൾ ഈ 90% കാര്യങ്ങളിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൊബൈൽ വെച്ച് ഫോട്ടോ എടുത്തോളൂ, പിന്നീട് അത് ഓർത്തിരിക്കാൻ നല്ലതാണ്.
ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ 1 by 1 ആയിട്ട് ഓരോന്നിനും നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് പിന്നെ അവസാനം നമ്മൾ പറഞ്ഞ പിന്നെ ഒരു പേഷ്യൻറ്റിനെ പറ്റി പറഞ്ഞത് നമുക്ക് സോൾവ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ പറഞ്ഞ പോലെ നോൺ മോഡിഫൈഡ് റിസ്ക് ഫാക്ടർ നമുക്കൊന്നും ചെയ്യാനില്ല. അതിൽ പിന്നെ ഏജ് പറഞ്ഞു, സെക്സ് പറഞ്ഞു, പിന്നെ ജനറ്റിക്സ് പാരമ്പര്യം, പിന്നെ ഫാമിലി ഹിസ്റ്ററി, പിന്നെ എത്നിക് ബാക്ക്ഗ്രൗണ്ട്. എത്നിക് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്കിന് സാധ്യതയുള്ള ഒരു സമൂഹമാണ്. സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇന്ത്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ശ്രീലങ്ക ആ ഒരു ബെൽറ്റിൽ പെടും. മറ്റേ സായിപ്പുമാരെക്കാട്ടിലും കൂടുതൽ സാധ്യതയുള്ളൊരു ടീമാണ്. അത് ചിലപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളെ ജീവിത നിലവാരമായിരിക്കാം, നമ്മുടെ പിതാക്കന്മാർ, പല കാരണങ്ങളുണ്ട്. ഓക്കെ, അത് പിന്നെ ഡിസ്കസ് ചെയ്യാൻ തന്നെ ഒരു വലിയൊരു ടോപ്പിക്കാണ്. ജെനറ്റിക്സ് ഉണ്ട്. ജെനറ്റിക്സ് ഇതെല്ലാം കൂടെ 10% ഇത് നമുക്ക് തൊടാൻ പറ്റാത്ത ഈ എല്ലാം കൂടെ ചേർന്നിട്ട്. പാരമ്പര്യം അത് ഒരു റിസ്ക് ഫാക്ടർ. ഇപ്പോൾ പാരമ്പര്യമായിട്ടുള്ള ഒരാൾ അയാൾക്ക് ഈ പറഞ്ഞ ഷുഗർ, പ്രഷർ എല്ലാം വേറെ ഏതെങ്കിലും റിസ്ക് ഫാക്ടേഴ്സും കൂടി വന്നു കഴിഞ്ഞാൽ അയാൾക്കിപ്പോൾ ഒരു 4 റിസ്ക് ഫാക്ടറായി വെച്ചപ്പോൾ ഒന്ന് പാരമ്പര്യമുണ്ട്, പിന്നെ അതിൻ്റെ കൂടെ അയാൾക്ക് ഒരു ഷുഗർ വന്നു, കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രഷർ വന്നു. അപ്പോൾ ഇത് പിന്നെ ഹാർട്ടിന് ഒരു റിസ്ക് ഫാക്ടർ കൊണ്ട് തന്നെ ഹാർട്ട് അറ്റാക്ക് വരില്ല, ഇതിൻ്റെ ആകെ തുകയായിട്ട് വരും. അയാളെ 3 ആൺമക്കൾ 2 ആൾക്കും മരിച്ചു. അപ്പോൾ ഇനി അടുത്ത ആളിപ്പോ ഇങ്ങനെ ഇത് പ്രതീക്ഷിച്ചിരിക്കുകയാണ്, വളരെ സാധ്യത. പിന്നെ 55 വയസ്സിന്റെ താഴെയുള്ള ആളുകളിൽ സാധാരണ അറ്റാക്ക് ഉണ്ടെങ്കിൽ ആ ഫാമിലി ഹൈ റിസ്ക് ആണ്. നമ്മളൊരു ക്രൈറ്റീരിയ ആണ് 55 വയസ്സിന് താഴെ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിലെ മക്കൾക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ ഇവരത് പ്രിക്കോഷൻ എടുത്തിട്ടും ഒരാൾ ഗൾഫിൽ 4 വർഷം നിന്നിട്ട് കൊളസ്ട്രോളിനെ കൂടെ നടന്ന് നാട്ടിൽ നിന്ന് ഡെയിലി രാവിലെ സുഖിച്ച് 4 കിലോമീറ്റർ നല്ല ഹെൽത്തി ശരീരം അങ്ങനെ ഓടിയോണ്ടിരിക്കുമ്പോഴാണ് മരിച്ചത്. അതില് സംഭവം എന്താ വെച്ചാല് അതിലെന്താ വെച്ചാല് അതിൽ മെക്കാനിസം വേറെ. അതിൽ മെക്കാനിസം വെച്ചാൽ ഈ ബ്ലോക്ക് അല്ല, അത് ഹാർട്ടിൻ്റെ മയോപ്പതി എന്ന് പറയും. ഹാർട്ടിൻ്റെ മസിൽ വീക്കം, പാരമ്പര്യമായിട്ട് ഒരു മസിൽ വീക്കമുണ്ട്. ഈ മസിൽ വീക്കം ഉള്ളവർ ഒരു എക്സസൈസോ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിലോട്ട് വരുന്നുണ്ട്. എക്സസൈസ് എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ഹാർട്ടിൻ്റെ ഫൈബ്രിലേഷൻ ഇല്ല, അത് പിന്നെ മസിൽ ഏതെങ്കിലും ഭാഗത്ത് ഡാമേജ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ കറണ്ട് സപ്ലൈ പ്രോപ്പറായിട്ടില്ല. ഒരു സുപ്രഭാതത്തിൽ പിന്നെ ഹാർട്ട് ഫൈബ്രിലേഷൻ അല്ലെങ്കിൽ പിന്നെ വെർട്ടിക്കുലർ ടക്കിക്കാർഡിയ വന്ന് ഹാർട്ടിൽ നിന്ന് പോകും. അതൊരു പാരമ്പര്യമായിട്ടാണ്. അത് പിന്നെ ഇതിൻ്റെ ചെറിയ ഭാഗമാണ്, പക്ഷേ അത് പാരമ്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വെരി ഹൈ റിസ്ക് ആണ്. അതാണ് ഇപ്പോൾ ഓൾറെഡി 3 ആൾ ഡെത്തായി എന്ന് പറഞ്ഞില്ല. അപ്പോൾ മറ്റാൾ അത് പിന്നെ ഹാർട്ട് പിന്നെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വീക്ക് അവിടെയും കാണും, അല്ലെങ്കിൽ പാരമ്പര്യമായി എന്ത് ഹെൽത്തി ആയാലും. കാരണം മെക്കാനിസം അവിടെ വേറെ. ഈ നമ്മളീ പറഞ്ഞ പിന്നെ 10 ഈ പിന്നെ നമുക്ക് തൊടാൻ പറ്റാത്ത ഏജ്, സെക്സ്, ജെനറ്റിക്സ്, ഫാമിലി ഹിസ്റ്ററി, ഇത് ഈ 10 ഒരു ഘടകമാണ്. പക്ഷെ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ മറ്റുള്ള റിസ്ക് ഫാക്ടർ ഇല്ലെങ്കിലും വരും. പക്ഷേ ഇൻറ്റൻസീവായിട്ട് ട്രീറ്റ് ചെയ്യണം, മനസ്സിലായോ? അത് ഓരോ പിന്നെ പാരമ്പര്യം ഏതാന്ന് നോക്കണം. ഒരുപാട് ഡിസീസസ് ഉണ്ട് ഹാർട്ടിനെ ബാധിക്കുന്ന, പാരമ്പര്യമായിട്ട് ബാധിക്കുന്ന. കൊളസ്ട്രോൾ അല്ലാതെ നമുക്ക് ആകെ അറിയൊരു ബ്ലോക്കാണ് അത്. പക്ഷേ ഒരുപാട് വേറെ ഡിസീസ് ഉണ്ട്, റയർ ഡിസീസസ്, മനസ്സിലായോ? അപ്പോൾ ഇതിൽ മെയിൻ 7 റിസ്ക് ഫാക്ടേഴ്സാണുള്ളത്. ഏത് ഈ മറ്റേത് നോൺ മോഡിഫൈബിൾ അത് 10% മാറ്റി വെച്ചു, ബാക്കി 90% കിടക്കുന്നത് ഇവിടെ. അതിൽ മെയിനായിട്ട് ഇപ്പോൾ നമ്മൾ എണ്ണി ഓരോന്നതിനെപ്പറ്റി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം, അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ മോഡിഫൈ 90% ഹാർട്ട് അറ്റാക്കിൻ്റെ കാരണം അത് റിസ്ക് ഫാക്ടേഴ്സാണ്, മോഡിഫൈഡ് റിസ്ക് ഫാക്ടേഴ്സാണ്. അപ്പോൾ മൾട്ടിപ്പിൾ റിസ്ക് ഫാക്ടർ അതിന് ചാൻസസ് കൂട്ടും. പിന്നെ എത്രയും നേരത്തെ റിസ്ക് ഫാക്ടർ കണ്ട് അതിനെ അഗ്രസീവ് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിനെ ആ മോഡിഫൈഡ് റിസ്ക് ഫാക്ടർ നമ്മുടെ കയ്യിലാണ്. നമുക്ക് അത് പിന്നെ പെട്ടെന്ന് നമ്മളത് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മളെ ലൈഫ് ഒക്കെ ചിട്ടപ്പെടുത്തി പിന്നെ ഷുഗറും പ്രഷറൊന്നും വരാതെ നോക്കിക്കഴിഞ്ഞാൽ ഈ 90% ഒരു പരിധി വരെ പ്രിവെൻറ്റ് ചെയ്യണം, അതല്ലെങ്കിൽ ഒരു പരിധി വരെ ഡിലേ ആക്കാനും പറ്റും.
പിന്നെ ബാക്കിയുള്ള സപ്പോർട്ടീവായിട്ടുള്ള പിന്നെ റിസ്ക് ഫാക്ടേഴ്സാണ് ഏത് പറഞ്ഞ പോലെ ഫാമിലി ഹിസ്റ്ററി പറഞ്ഞ പ്രീമച്വർ ഡെത്ത്. മെയിൻ ആണുങ്ങൾ ലെസ് ദാൻ 55, കുടുംബത്തിൽ ആരെങ്കിലും പിന്നെ 55 വയസ്സ് കുറഞ്ഞ പിന്നെ ആണുങ്ങൾ മരണം സംഭവിച്ചിട്ടുണ്ട്. വാപ്പ പിന്നെ ജ്യേഷ്ഠൻ മരിച്ചു, അനിയൻ വളരെ റിസ്ക് കാറ്റഗറിയിലുള്ളതാണ്. അത് പെണ്ണുങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ പെണ്ണുങ്ങൾ 65 വയസ്സിൻ്റെ താഴെ മരണം, അവരുടെ പെണ്ണുങ്ങൾക്ക് പ്രീമച്വർ ഡെത്ത് എന്ന് പറഞ്ഞാൽ 65 വയസ്സിന് താഴെയുള്ള ഡെത്തിനാണ്. പിന്നെ പാരമ്പര്യമായിട്ടുള്ള കൊളസ്ട്രോള്, കിഡ്നി ഡിസീസസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു വലിയ റിസ്ക് ഫാക്ടറാണ് ഹാർട്ട് അറ്റാക്ക് വരാൻ. പിന്നെ സോറിയാസിസ്, പിന്നെ ആമവാദം, ലൂപ്പസ്, HIV കാര്യങ്ങൾ, അതൊരു റിസ്ക് ഫാക്ടറാണ് ഹാർട്ട് അറ്റാക്കിന്. പിന്നെ ലേഡീസിൻ്റെ ഇടയിലുള്ള പ്രീമച്വർ മെനപ്പോസ് സ്ത്രീകളിലുള്ള ഈസ്ട്രോജൻ ഹോർമോൺ ഒരു പ്രൊട്ടക്ഷനാണ് അവർക്ക് ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ. അപ്പോൾ അത് എന്ന് അവർക്ക് നഷ്ടപ്പെടുന്നോ, അത് മെനപ്പോസോട് കൂടി അവരുടെ ഈസ്ട്രോജൻ്റെ ലെവൽ കുറഞ്ഞു. അപ്പോൾ അതോടുകൂടി അവരുടെ പ്രൊട്ടക്ഷൻ പോകുന്നതോട് കൂടിയിട്ട് ഈസ്ട്രോജൻ്റെ അളവ് കുറയുന്നതോടുകൂടി അവരുടെ പ്രൊട്ടക്ഷൻ പോവുകയാണ്. അപ്പോൾ ഏതെങ്കിലും സ്ത്രീക്ക് 40 വയസ്സിൻ്റെ മുമ്പ് മെനപ്പോസ് ആവുകയാണെന്നുണ്ടെങ്കിൽ അപ്പം തൊട്ട് അവർ ഹാർട്ട് ഡിസീസിന് വൾണറബിൾ ആയിട്ടുള്ള ഒരു ആളാണ്. പിന്നെ അതേപോലെ പ്രസവ സമയത്ത് എന്തെങ്കിലും പ്രിയക്ലാംക്ഷ അങ്ങനെ എന്തെങ്കിലും ഹിസ്റ്ററി ഉള്ളവർ, പിന്നെ നമ്മളെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രിയിൽ നിന്നുള്ളവർ, എത്നിസിറ്റി റൈസ്. അപ്പോൾ നമുക്ക് ഫിക്സ് നമ്പർ 1 നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്മോക്കിംഗ്. നമുക്കറിയാം നമ്മൾ ഇവിടെ അധികം ദീനി പ്രവർത്തനമൊക്കെ ആയിട്ട് നടക്കുന്നവർ പൊതുവെ സ്മോക്കിംഗ് അങ്ങനെ കാണാത്തവരാണ്. പക്ഷേ വേറെ രാജ്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സ്മോക്കിംഗ് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഇതാണ്. ആണും പെണ്ണും അത് ഒരുപോലെയാണ് സ്മോക്കിംഗ്. അത് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ മെക്കാനിസം എന്താണ്? അത് ഒരുപാട് മെക്കാനിസം ഉണ്ട്. ഇപ്പോൾ ഒരു സ്മോക്ക് ചെയ്ത പുകയിലുള്ള ടോക്സിൻസ് 1000 ചില്ലപ്പുറം ടോക്സിൻസ് ഉണ്ടെന്ന് പറയും ആ ഒരു പുകയിൽ. അപ്പോൾ അത് സ്മോക്ക് ചെയ്യുമ്പോൾ എവിടെയൊക്കെയാണ് ശരീരത്തിൽ അതിൻ്റെ ചേഞ്ചസ് വരുന്നതെന്ന് പറയാം. ഒന്നാമത്തെ ഇത് നമ്മുടെ കൊളസ്ട്രോൾ കൂടും, ലിപ്പിഡ് മെക്കാനിസം മാറും. ലിപ്പിഡ് മെക്കാനിസം മാറിക്കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കൂടുമ്പോൾ അതൊരു റിസ്ക് ഫാക്ടറാണ് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും സ്ട്രോക്ക് വരാനുള്ളത്. പിന്നെ നമ്മുടെ ഉത്തേജനം, നമ്മളെ ഈ ഉത്തേജനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ആളുകൾ അത് ഉപയോഗിക്കുന്നത്. പക്ഷെ ആ ഉത്തേജനം കാരണം എന്ത് ചെയ്യും? ഹാർട്ട് റേറ്റ് കൂടും, ബ്ലഡ് പ്രഷർ കൂടും, പിന്നെ നമ്മുടെ പുറത്തുള്ള ആർട്ടറീസ് രക്തക്കോലുകൾ സ്പാസം അത് ചുരുങ്ങും. പിന്നെ കാർബൺ മോണോക്സൈഡ് ഉണ്ട് സ്മോക്കിൽ. കാർബൺ മോണോക്സൈഡ് സൈനൈഡ് പോലത്തെ ഒരു വളരെ വിഷമായിട്ടുള്ളൊരു വാതകമാണ്. അത് നമ്മുടെ ശരീരത്തിലുള്ള ഹീമോഗ്ലോബിനായിട്ട് ബൈൻഡ് ചെയ്ത് കൊടുക്കും. അത് നമ്മൾ ഓക്സിജൻ സപ്ലൈ അത് ബാധിക്കും. പിന്നെ ശരീരത്തിലുള്ള ഇൻഫ്ലമേഷൻസ് അത് കൂട്ടും. പിന്നെ ത്രോംബ്, അതായത് നമ്മൾ പറഞ്ഞില്ല ക്ലോട്ട്, പ്ലാക്ക് റപ്ചർ ചെയ്ത് ക്ലോട്ട് ഫോം ചെയ്യാം. ആ ക്ലോട്ട് ഫോം ചെയ്യാനുള്ള ബോഡിയുടെ ആ ഒരു സ്റ്റേറ്റ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യും, അതിനെ ഉത്തേജിപ്പിക്കും. അത് അങ്ങനത്തെ ഒരു സ്റ്റേറ്റിന് ഒരു ചാൻസ് കൂടുതൽ കൊടുക്കും. അങ്ങനെ ഒരുപാട് മെക്കാനിസം ഉണ്ട് അതിൻ്റെ. അപ്പോൾ അതിൽ കുറച്ചെണ്ണം ഞാൻ എണ്ണി പറഞ്ഞു, എക്സാമ്പിൾ എണ്ണി പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ സ്മോക്കിങ് ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നത്? പിന്നെ പാസീവ് സ്മോക്കിംഗ് ഓൾസോ പ്രോബ്ലമാണ്. പിന്നെ രക്തക്കൊഴലിൻ്റെ ഡയമീറ്റർ കുറക്കും. പിന്നെ സീറം ഹോമോസിസ്റ്റീൻ, നിക്കോട്ടിൻ നമ്മൾ അറിയാം ഹാർട്ട് റേറ്റ് കൂട്ടുന്ന സംഭവമാണ്, ബ്ലഡ് പ്രഷർ കൂട്ടുന്ന സംഭവമാണ്. ബ്ലഡ് പ്രഷർ കൂടുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായി അത് ഒരു റിസ്ക് ഫാക്ടർ, പുതിയ റിസ്ക് ഫാക്ടറാണ്. പിന്നെ അടുത്ത റിസ്ക് ഫാക്ടർ നമ്പർ 2 ഡയബറ്റീസ്, ഷുഗർ അറിയാം എല്ലാവർക്കും. ഹാർട്ട് അറ്റാക്കിൻ്റെ നമ്പർ 1 റിസ്ക് ഫാക്ടറാണ്. എന്താണ് ഇതിൻ്റെ നമ്പർ 1 എന്ന് പറയാൻ കാരണം? ഇതേപോലെ ഒരുപാട് മെക്കാനിസം വർക്ക് ചെയ്യുന്നുണ്ട്. ശരീരത്തിന് ദോഷമായിട്ടുള്ള ഈ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന ഈ ഒരു ഷുഗർ, അത് അധികമായി കഴിഞ്ഞാൽ ഷുഗർ അതൊരു പോയിസണാണ്, ഒരു ടോക്സിനാണ്. എക്സസ് ഷുഗർ ബ്ലഡിൽ കെട്ടിക്കിടക്കുന്നത് അത് ശരീരത്തിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? എൻഡോത്തീലിയം എന്ന് പറഞ്ഞാൽ രക്തക്കുഴലിൻ്റെ ഉള്ളിലുള്ള ലൈനിങ്ങിനാണ് പറഞ്ഞാൽ എൻഡോത്തീലിയം എന്ന് പറയുന്നത്. ആ ലൈനിങ്ങിൽ പ്രശ്നം വരും.
പിന്നെ പ്ലേറ്റ്ലെറ്റ് പറഞ്ഞാൽ രക്തം കട്ടപിടിക്കാനും ഉപയോഗിക്കുന്ന ഒരു രക്തത്തിലുള്ള ഒരു അണുവാണ്. അത് അതിനെ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അത് ഇതേപോലെ ബ്ലോക്ക് പോയിട്ട് അവിടെ ത്രോംബസ് ഉണ്ടാക്കും, ഒക്ലൂഷൻ വരും. കൊയാഗുലേഷൻ എന്ന് പറഞ്ഞാൽ ബ്ലഡ് കട്ട പിടിക്കുന്നതിന് തന്നെ ഒരുപാട് സംഗതികൾ ചേർന്നിട്ടുള്ള ഒരു മെക്കാനിസമാണ് രക്തം കട്ട പിടിക്കുക. അതിന് പിന്നെ അതിലുള്ള അബ്നോർമാലിറ്റി ഉണ്ടാക്കും. ഈ പ്ലാക്ക്, അതായത് രക്തക്കുഴലിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ബ്ലോക്കിൻ്റെ എന്നാണ് ആ ഒരു കട്ടിക്കാണ് പിന്നെ പ്ലാക്ക് എന്ന് പറഞ്ഞാൽ. ആ പ്ലാക്കിൻ്റെ കമ്പോസിഷനിൽ തന്നെ വ്യത്യാസം വരുത്തും. പിന്നെ ഷുഗറുള്ള ആൾക്ക് ഓട്ടോമാറ്റിക്കലി ഹൈപ്പർ ടെൻഷൻ വരും. കാരണം ഈ പറഞ്ഞ ഷുഗർ, എൻഡോത്തീലിയം, അതൊക്കെ രക്തക്കുഴലിൻ്റെ ഉള്ളിൽ പോയിട്ടുള്ള ഇതൊക്കെ ചെന്ന് പിന്നെ ഈ ഇതൊക്കെ കാണിക്കുന്ന ഡാമേജ് വരുന്നത്. രക്തക്കുഴലിന് ഡാമേജ് വരുത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ്, രക്തക്കുഴലിൻ്റെ ആശ്രയിച്ചാണ് പിന്നെ ബ്ലഡ് പ്രഷർ എടുക്കുന്നത്. ഓട്ടോമാറ്റിക്കലി ബ്ലഡ് പ്രഷർ കൂടും. കാരണം രക്തക്കുഴലിൽ ചെന്നിട്ട് ഷുഗർ ഡാമേജസ് വരുത്തി വെച്ചിട്ടുണ്ടാവും. പിന്നെ ഡിസ്ലിപ്പിഡീമിയ അറിയാം, ഷുഗർ കൂടിയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡിയിലുള്ള കൊളസ്ട്രോൾ കൂടും. അപ്പോൾ നമ്മൾ എന്ന് ഷുഗറിൻ്റെ മെഡിസിൻ കഴിച്ച് നമ്മളെ ഷുഗർ നോർമലാക്കുന്ന അതോട് കൂടിയിട്ട് മാത്രമേ ആ പിന്നെ കൊളസ്ട്രോളിൻ്റെ അളവ് താഴുകയുള്ളൂ. അത് അപ്പോൾ പിന്നെ നമുക്ക് സമയപരിധിയുള്ളതുകൊണ്ട് നമ്മൾ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ റിസ്ക് നമ്പർ 2 നമ്മൾ മൊത്തം പറഞ്ഞ 7 അതിൽ 2 ഡയബറ്റീസ്. പിന്നെ റിസ്ക് നമ്പർ 3 ബ്ലഡ് പ്രഷർ. അത് പിന്നെ അറിയാം, ലോകത്ത് പിന്നെ ബ്ലഡ് പ്രഷറുകളുടെ അളവ് വളരെ കൂടുതലാണ്. അതിൻ്റെ ഡാമേജ് എന്ന് പറഞ്ഞാൽ അത് പിന്നെ എന്ത് ചെയ്യും, ഒരു പ്രോപ്പർ ബ്ലഡ് പ്രഷർ ഉണ്ടെങ്കിൽ ഒരു ഓർഗാനിലോട്ടുള്ള ഒരു ഓക്സിജൻ സപ്ലൈ, പെർഫ്യൂഷൻ എന്ന് പറയും, നടക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ആ പിന്നെ അവയവം ഓക്സിജന് വേണ്ടിയിട്ട് ദാഹിക്കുന്നുണ്ടാവും. കാരണം അതിന് ഓക്സിജന് വരുന്നത് ബ്ലഡ് സപ്ലൈ പിന്നെ കിട്ടുന്നില്ലെങ്കിൽ പിന്നെ ഓക്സിജൻ, അതിന് വേണ്ടിയുള്ള ന്യൂട്രീഷ്യൻ എല്ലാം ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റില്ല. ബ്ലഡ് പ്രഷർ സ്ട്രോക്കിന് 58% സ്ട്രോക്കുകൾ, മൊത്തം സ്ട്രോക്കുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 58% ഈ ബ്ലഡ് പ്രഷറിൻ്റെ ഒരു റിസ്ക് ആ പേഷ്യൻറ്റിൽ കാണും. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്കിനെ കൂടുതൽ കാണുന്നത് സ്ട്രോക്കാണ്, കുറച്ച് കൂടുതലായിട്ട് കാണുന്നത് സ്ട്രോക്കാണ്. പിന്നെ 55% ഹാർട്ട് അറ്റാക്കിലോട്ട്. അപ്പോൾ ഈ ഒരു നമ്പർ ഇപ്പോൾ 140, 150, ഇപ്പോൾ ബി പി നമ്മൾ പറയും സിസ്റ്റോളിക്ക് 150, 160 അതിലൊരു 10 പോയിന്റ് കുറച്ചാൽ തന്നെ അതിൻ്റെ നമുക്ക് പിന്നെ മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് കൊണ്ടുള്ള പിന്നെ മരണം 10 മടങ്ങ് കുറക്കാൻ പറ്റും. അപ്പോൾ ആ നമ്പർ തന്നെ വളരെ ഇതാണ്. 140 കീപ്പ് ചെയ്യണം, നമ്മൾ ബി പി 150 കീപ്പ് ചെയ്യണം എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ബി പി തന്നെ ബി പി വരാനുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അത് പിന്നെ ചെറുപ്പക്കാരിൽ പെട്ടെന്നൊരു ദിവസം ബി പി വരില്ല. ഏജ് വയസ്സായി കഴിഞ്ഞാൽ ബി പി വരും. ഒബേസിറ്റി, പൊണ്ണത്തടി വന്നു കഴിഞ്ഞാൽ ബി പി വരും. ഫാമിലി ഹിസ്റ്ററി, പിന്നെ ഇതിൽ കിഡ്നിയാണ് പിന്നെ ബി പി ഒരു നിയന്ത്രിക്കുന്നത്. ഇപ്പോൾ കിഡ്നി ഡാമേജസ്, നമ്മുടെ കിഡ്നിയിലുള്ള റിസർവ് കുറവാണ്, ബി പി കൂടും. സോഡിയം, ഉപ്പ് കൂടുതൽ കഴിക്കുന്നവർ, പിന്നെ ആൽക്കഹോൾ, ഫിസിക്കൽ ഇനാക്ടിവിറ്റി, കറക്റ്റ് ഉറക്കം ഇല്ലാത്തവർക്കൊക്കെ ബി പി കൂടും. ബിലോ 80 അങ്ങനെ ആവില്ല. അത് ഒരു പരിധിയിൽ താഴ്ന്നു കഴിഞ്ഞാൽ ആൾ ബോധം പോകും. അയാൾ ബോധമുള്ളിടത്തോളം കാലം ഓക്കെ, കുഴപ്പമില്ല. ആൾ എണീറ്റ് നടക്കുന്നുണ്ട്, ബോധമുണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെ. റിസ്ക് നമ്പർ 4 ഹൈപ്പർ ലിപ്പിഡിമിയ, കൊളസ്ട്രോൾ. ഈ കൊളസ്ട്രോൾ പിന്നെ ആണ് ഇതിൻ്റെ ഈ പ്ലാക്കിൻ്റെ സ്റ്റാർട്ടിങ്, ഒരു ആത്രോസ്ക്ലെറോസിസ് എന്ന് പറയും. ആ പ്ലാക്ക് ഫോം ചെയ്യുന്ന ബേസ് എടുക്കുന്നത് കൊളസ്ട്രോളിലാണ്. ആ കൊളസ്ട്രോൾ
പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ പിന്നെ മറ്റുള്ള ഷുഗർ, പ്രഷർ, ബാക്കിയുള്ള കാര്യങ്ങളോട് എല്ലാം കൂടെ ചെന്നിട്ടുള്ള കുറേ ഫാക്ടേഴ്സ് ചെല്ലുമ്പോഴാണ് ഈ പ്ലാക്ക് എത്രത്തോളം കട്ടി പിന്നെ ഹാർട്ടിൽ രക്തക്കുഴലിൽ എത്രത്തോളം ബ്ലോക്ക് വരുന്നത് തീരുമാനിക്കുന്നത്. ബാക്കിയുള്ള ഫാക്ടേഴ്സും കൂടെ ഉള്ള അവരുടെ റോളും കൂടെ ചെല്ലുമ്പോഴാണ്. ഈ പിന്നെ കൊളസ്ട്രോള് ഈ രക്തക്കുഴലിൽ അടിഞ്ഞുകൂടുക പറഞ്ഞാൽ വർഷങ്ങൾ 10, 20, 30 വർഷങ്ങൾ എടുത്തിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ അത് കുട്ടികളുടെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അവരുടെ ലൈഫ്, കുട്ടികളുടെ ലൈഫ് കുത്തഴിഞ്ഞ ഭക്ഷണമാണെന്നുണ്ടെങ്കിൽ കൊളസ്ട്രോളിൻ്റെ ആ രക്തക്കുഴലിലുള്ള ആ ഒരു ഫൗണ്ടേഷൻ ചെറുപ്പത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടാവും. പിന്നെ അത് 10, 20 വർഷം കൊണ്ടാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് പറഞ്ഞത്. എറ്റിയോളജി എന്ന കാരണം, കൊളസ്ട്രോളിൻ്റെ കാരണങ്ങൾ, ഡയറ്ററി ഭക്ഷണം, ഓക്കെ. പിന്നെ കൊളസ്ട്രോൾ കൂടാനുള്ള ഇതാണ് പിന്നെ തടി, അത് കൊളസ്ട്രോൾ കൂടും. ഷുഗർ ഉള്ളവർക്ക് ഓട്ടോമാറ്റിക്കലി കൊളസ്ട്രോൾ കൂടും. തൈറോയ്ഡ് അസുഖം ഉള്ളവർക്ക് ഓട്ടോമാറ്റിക്കലി കൊളസ്ട്രോൾ കൂടും. കിഡ്നി അസുഖം ഉള്ളവർക്ക് ഓട്ടോമാറ്റിക്കലി കൊളസ്ട്രോൾ കൂടും, ഓക്കെ. പിന്നെ ജെനറ്റിക്സ്. അപ്പോൾ ഇതൊക്കെ കൊളസ്ട്രോൾ കൂടാനുള്ള കാരണങ്ങളാണ്. പിന്നെ റിസ്ക് നമ്പർ 5 ഒബിസിറ്റി, പൊണ്ണത്തടിയുള്ളത് അറിയാം. പിന്നെ മേജർ റിസ്ക് ഫാക്ടറാണ്. പണ്ട് പട്ടിണി കാരണമായിരുന്ന ആൾക്കാർ മരിച്ചിരുന്നത് ഇപ്പോൾ ഭക്ഷണം കൂടിയോണ്ടാണ്, കാരണം പൊണ്ണത്തടിയാണ്, ഓക്കെ. ഞാനത് ജസ്റ്റ് ടൈം കുറവുള്ളതുകൊണ്ട് ജസ്റ്റ് ടച്ച് ചെയ്ത് പോകുന്നു. പിന്നെ പിന്നെ അടുത്തത് 6ാമത്തെ അൺഹെൽത്തി ഡയറ്റ്, ഭക്ഷണം. അത് ജസ്റ്റ് ഞാൻ പറഞ്ഞു പോവാണ്. ഭക്ഷണം അത് പിന്നെ ഒരു റിസ്ക് ഫാക്ടറാണ് ഇത് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള. ആ കാരണം അറിയാം. ഭക്ഷണത്തിൽ എന്ത് ചെയ്യും, അതൊരു ചെയിനാണ്. ഭക്ഷണം ശരിയല്ലെങ്കിൽ തടി കൂടുമ്പോൾ BP വരും, കൊളസ്ട്രോൾ വരും, ഷുഗർ വരും. അപ്പോൾ എത്ര റിസ്ക് ഫാക്ടറായി പിന്നെ അയാൾക്ക് ഒരുപാടായില്ല. അത് പിന്നെ ഹാർട്ട് അറ്റാക്ക് ഇങ്ങോട്ടുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഫിസിക്കൽ ഇനാക്ടിവിറ്റി, അതായത് ശരീരം അനങ്ങാത്ത അതും തന്നെ ഇതൊരു ചെയിനാണ്. ശരീരം അനങ്ങുന്നില്ല, അയാൾ ഭക്ഷണം നന്നായി കഴിക്കുന്നു, പിന്നെ അടുത്ത റിസ്ക് ഫാക്ടറിലോട്ട് പോയി. അതൊരു കൊളസ്ട്രോൾ വരും, ഒരു ഷുഗർ വന്നു, പ്രഷർ വന്നു. അപ്പോൾ എത്ര റിസ്ക് ഫാക്ടറായി? റിസ്ക് ഫാക്ടർ കൂടുമ്പോൾ ഹാർട്ട് അറ്റാക്ക് ചാൻസ് കൂടും. പിന്നെ ഇത് കൂട്ടാനുള്ള എക്സസൈസിൻ്റെ ബെനിഫിറ്റുകൾ, ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് പ്രിവെൻറ്റ് മാത്രമല്ല, അതിൻ്റെ ഈ എക്സസൈസിൻ്റെ എക്സസൈസിൻ്റെ ബെനിഫിറ്റ്, അത് മെക്കാനിസം. നമ്മളൊരു എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ പിന്നെ റിസ്ക് ഫാക്ടർ കുറയുന്നത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. എക്സസൈസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, കൊളസ്ട്രോൾ നോർമലാവും, ബ്ലഡ് പ്രഷർ നോർമലാവും, ഷുഗർ നോർമലാവും, ഇൻഫ്ലമേഷൻ കുറയും. അപ്പം റിസ്ക് ഫാക്ടേഴ്സൊക്കെ അവിടെ ബ്ലോക്ക് ചെയ്തില്ല. അപ്പോൾ എക്സസൈസ് ചെയ്യുമ്പോൾ മറ്റുള്ള റിസ്ക് ഫാക്ടേഴ്സൊക്കെ ബ്ലോക്ക് ചെയ്തു. കാരണം കൊളസ്ട്രോൾ വരുന്നില്ല, ഷുഗർ വരുന്നില്ല, ഓട്ടോമാറ്റിക്കലി അയാൾ വിമുക്തനാണ് ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാനായി. പിന്നെ എക്സസൈസിൻ്റെ ബെനിഫിറ്റുകൾ എണ്ണിയാൽ തീരില്ല. 20 ഞാൻ ഇപ്പോൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, 20 എണ്ണം, ഓക്കെ. പക്ഷേ എക്സസൈസ് തുടങ്ങുമ്പോൾ അതിന് കോൺട്രാ ഇൻഡിക്കേറ്റർ ചെയ്യാൻ പറ്റാത്ത കുറച്ച് പിന്നെ പോപ്പുലേഷൻ ഉണ്ട്. അതായത് സിവിയർ ഹാർട്ട് ഡിസീസ് ഉള്ളവർ, സിവിയർ അനങ്ങിയ കുറച്ചൊരു 10 മിനിറ്റ് നടന്ന നെഞ്ചുവേദന എടുക്കുന്ന ആളുകൾ എക്സസൈസ് ചെയ്യാൻ പോകരുത്. പിന്നെ രക്തത്തിൻ്റെ മിടിപ്പിൽ പ്രശ്നമുള്ളവർ എക്സസൈസ് ചെയ്യാൻ പോകരുത്. പിന്നെ ഹാർട്ട് ഫെയിലിയർ ഉള്ളവർ എക്സസൈസ് ചെയ്യാൻ പോകരുത്. അത് ആപത്ത് വരുത്തും, പെട്ടെന്ന് ഹാർട്ട് സ്തംഭനം ഉണ്ടാക്കാൻ ചാൻസ് ഉള്ളതാണ്, ഓക്കെ. പിന്നെ എന്ത് ഒരു ജിമ്മിലോ എന്തെങ്കിലും പോകുന്നതിന് മുമ്പായിട്ട് ഒരു അസസ്മെൻറ്റ് നടത്തുന്നത് എപ്പോഴും നല്ലതാണ്. ഒരു എക്കൊക്കെ ചെയ്ത്, പ്രത്യേകിച്ച് ജിമ്മിലൊക്കെ വെറുതെ നടക്കാൻ പോകുന്ന എക്സസൈസ് ഒന്നും ഓക്കെ കുഴപ്പമില്ല, സിവിയർ എക്സസൈസ്. അതുകൊണ്ടാണ് ആൾക്കാർ ജിമ്മിലൊക്കെ കുഴഞ്ഞു വീണ് നിൽക്കുക. അതൊരു ഇവാലുവേഷൻ ചെയ്തിട്ടുണ്ടാവില്ല. ചിലപ്പോൾ അണ്ടർലൈൻ എന്തെങ്കിലും അസുഖം ഓൾറെഡി ഉണ്ടാവും. ഇപ്പം ഓക്കെ. അപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം, ഓക്കെ. അപ്പോൾ ഈ മൊത്തം അത് ഇ സി ജിയിലെ ഫൈൻഡിങ്സ് ഒരുപാട് അസുഖങ്ങളുടെ കാര്യങ്ങൾ നമുക്കതിൽ നിന്ന് ഇ സി ജിയുടെ മാത്രം വെച്ച് നമുക്ക് അറിയാൻ പറ്റും.
അതിൽ ഹാർട്ട് അറ്റാക്ക് വരും, ഹൃദയത്തിന് മുടിപ്പ് വരും, ഹൃദയത്തിൻ്റെ പേശികളിൽ ഡാമേജ് ഉണ്ടെങ്കിൽ അതറിയാൻ പറ്റും, ഏതെങ്കിലും ചാമ്പർ വികസിച്ചിട്ടുണ്ടാകും. ഒരുപാട് കാര്യങ്ങൾ ഈ CG നിന്ന് അറിയാൻ പറ്റും. ഹാർട്ട് അറ്റാക്ക് വരെ ചില ഹാർട്ട് അറ്റാക്ക് മാത്രം അതിൽ പിക്ക് ചെയ്യില്ല, അത് രക്തം ടെസ്റ്റ് ചെയ്താൽ. ഹാർട്ട് അറ്റാക്ക് അല്ല, എല്ലാ ECG വേരിയേഷനും ഹാർട്ട് അറ്റാക്ക് അല്ല. ഇത് എന്താ പറയുക, ട്രോപ്പോണിൻ എന്ന ടെസ്റ്റ് ഉണ്ട്, CKMB, ഈ 2 ടെസ്റ്റാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ലോകത്ത് വെച്ച് പിന്നെ എല്ലാവരും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണുന്ന റിസ്ക് ഫാക്ടർ പുവർ ന്യൂട്രീഷൻ, അതായത് ഡയറ്റ് പ്രോബ്ലം, പിന്നെ ഫിസിക്കൽ ഇനാക്ടിവിറ്റി. അപ്പോൾ ഇത് പിന്നെ ഇത്രയാണ് ഇതിൻ്റെ ഫ്രീക്വൻസി എടുക്കുന്നത്. പിന്നെയുള്ള ഒരു സിനാരിയോ ഇതിലോട്ട് നമ്മൾ കടക്കുന്നില്ല. ഇപ്പോൾ ഓരോ എക്സാമ്പിൾ തന്നിട്ടുണ്ട്, ആ എക്സാമ്പിൾ വെച്ചിട്ട് പിന്നെ വ്യക്തിക്ക് എത്ര റിസ്ക് ഫാക്ടർ ഉണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ നോക്കാം. അപ്പോൾ നമുക്കറിയാം, നമുക്ക് സ്വന്തമായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് ഷുഗറുണ്ട്, പ്രഷർ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് 2 റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഈ ഒരു പേഷ്യൻറ്റിന് എത്ര റിസ്ക് ഫാക്ടർ ഉണ്ടെന്ന് നിങ്ങൾക്ക് കണ്ടാൽ പറയാൻ പറ്റണം. ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. ശരി, ഇതോടെ അവസാനം. അസ്സലാമു അലൈക്കും. നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ സമാപനത്തിലേക്ക് നീങ്ങുകയാണ്. നമ്മുടെ സ്ഥിരം ഗസ്റ്റുകളായി നമുക്ക് ഇതുവരെ ക്ലാസ് എടുത്ത് ഇതുപോലുള്ള പിന്നെ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുന്ന നമ്മളുടെ ഗസ്റ്റുകൾക്ക് വേണ്ടി ഗിഫ്റ്റ് കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ഇസ്ലാമിക് സെൻ്ററിൻ്റെ അഡ്വൈസറി ബോർഡ് ചെയർമാൻ ഹുസൈൻ സാഹിബിനെ ക്ഷണിച്ചു കൊടുക്കുന്നു. ആദ്യമായി നമ്മളുടെ ഹമദ് മെഡിക്കൽ കോർപ്പറേഷനിൽ നിന്നും നമുക്ക് വേണ്ടി ക്ലാസ് എടുത്ത് സംസാരിച്ച ഡോക്ടർ ഷെഫീഖ് താബിക്, സീനിയർ കൺസൾട്ടൻറ്റ്, അദ്ദേഹത്തിന് ഗിഫ്റ്റ് കൊടുക്കുന്നത്, മൊമെൻ്റ് കൊടുക്കുന്നത് കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്. ഇസ്ലാമിക് സെൻ്ററിൻ്റെ അഡ്വൈസറി ബോർഡ് ചെയർമാൻ കൂടിയാണ്. അദ്ദേഹത്തെ ആദരവോടെ ക്ഷണിച്ചു കൊടുക്കുന്നു. IMB ഭാരവാഹികൾ സ്റ്റേജിലേക്ക് വരണം, ഇസ്ലാമിക് സെൻ്റർ ഭാരവാഹികൾ സ്റ്റേജിലേക്ക് വരണമെന്ന് അറിയിക്കുകയാണ്. ആസിഫ് ഫായിസ്, കുറച്ച് ബാക്കോട്ട് തിരിക്കും. അടുത്തതായി നമ്മുടെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കാർഡിയാക് റിസ്ക് ഫാക്ടേഴ്സ് മുതലായ വിഷയങ്ങൾ സംസാരിച്ച ഖത്തർ റെപ്രസെന്റിലെ സീനിയർ ഫിസിഷ്യൻ കൂടിയായിട്ടുള്ള ഡോക്ടർ അബ്ദുൽ ജലീൽ സാഹിബിന് ഗിഫ്റ്റ് സമ്മാനിക്കുന്നതിന് വേണ്ടി ഇസ്ലാമിക് സെന്ററിന്റെ സമാദരണീയായ ട്രഷറർ ഹുസൈൻ സാഹിബിനെ ക്ഷണിച്ചു കൊടുക്കുന്നു. പ്രോഗ്രാമിന്റെ നന്ദി പറയുന്നതിന് വേണ്ടി IMB കൺവീനർ കൂടിയായിട്ടുള്ള ഫായിസിനെ ക്ഷണിച്ചു കൊടുക്കുന്നു. ഇക്കാമത്ത് വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റ വാക്കിൽ ഇസ്ലാമിക് സെന്ററിന് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പ്രത്യേകിച്ച് നമ്മളോട് ക്ലാസ് എടുത്ത ഡോക്ടർ ഷഫീഖ് താബി, ഡോക്ടർ അബ്ദുൽ ജലി എന്നിവർക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടികളെ സമീപിക്കാൻ അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും.